ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ NUSERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത മാരത്തോൺ സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിനു മുമ്പും ഒരു മാരത്തോൺ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ മിസ്സാക്കരുത്, തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പ് എടുത്ത ക്ലാസ്സുകളും മിസ്സാക്കരുത്, തീർച്ചയായും കാണുക. തീർച്ചയായിട്ടും ഒരുപാട് മാർക്കുകൾ ഇനി NUSERTയിൽ നിന്നും നിങ്ങൾക്ക് വരാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സാക്കാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏത് പാഠത്തിൽ നിന്നാണ്. ജനങ്ങളാൽ എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ്, ആദ്യം നമുക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നോക്കാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 25-നാണ്. അതിനു മുമ്പ് ഒരു കാര്യം അറിഞ്ഞോ, നമ്മുടെ പ്രഥമ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെ, ഇന്ത്യയിലെ പ്രഥമ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരെന്ന് ചോദ്യം വന്നാൽ എപ്പോഴും ചോദ്യം വരാറുണ്ട്, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. ആരാണ്? സുകുമാർ സെൻ ആണ്. ആരാണ്? സുകുമാർ സെൻ. ഓക്കെ, ഈ പേര് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? സുകുമാർ സെൻ ആണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ്? ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് സുകുമാർ സെൻ. പഠിച്ചല്ലോ, ആരാണ്? സുകുമാർ സെൻ ആണ്. ഓക്കെ, സുകുമാർ സെൻ ആണ്. ക്ലാസ് തീരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ തന്നെ പഠിച്ചിട്ട് പോവാ. റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെ, ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ചോദ്യം വന്ന ആരാണ്? സുകുമാർ സെൻ ആണ്. ഓക്കെ, സുകുമാർ സെൻ ആണ്. എപ്പോഴാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 25-നാണ് നിലവിൽ വന്നത്. എപ്പോഴാണ്? 1950 ജനുവരി 25-നാണ് എന്ത് നിലവിൽ വന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 324 ആണ്. 324 കേട്ടോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അനുച്ഛേദം 324. സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലോ 243 കെയും 243 എയും. ഓക്കെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 243 കെയും 243 എയും. ഓക്കെ, അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 324. എത്രയാണ്? അനുച്ഛേദം 324. എപ്പോഴാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? 1950 ജനുവരി 25. എപ്പോഴാണ്? 1950 ജനുവരി 25. 1950 ജനുവരി 25. ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ആരാണ്? സുകുമാർ സെൻ ആണ്. ഓക്കെ, സുകുമാർ സെൻ ആണ്. ഇനി ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? അതായത് കേരള സംസ്ഥാനത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദ്യം വന്നത് ആരാണ്? MSK രാമസ്വാമി ആണ് കേട്ടോ. MSK രാമസ്വാമി. ഓക്കെ, MSK രാമസ്വാമി. രണ്ടും പഠിച്ചു വെച്ചോ. പ്രധാനമായിട്ടും ഏത് പഠിക്കണം? സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇത് കേരളത്തിലാണ് കേട്ടോ, MSK രാമസ്വാമി. ഓക്കെ ആണല്ലോ. അപ്പൊ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നെന്ന് ചോദ്യം വന്ന 1950 ജനുവരി 25. എപ്പോഴാണ്? 1950 ജനുവരി 25-നാണ് ഏത് നിലവിൽ വന്നത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു വട്ടം കൂടെ പറയാം. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 324 ആണ്. ആർട്ടിക്കിൾ 324 ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഏതാണ്? ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 കിട്ടിയല്ലോ. ആർട്ടിക്കിൾ 324 ആണ്. ഓക്കെ, അടുത്തത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർവാചൻ സദൻ. ഓക്കെ, നിർവാചൻ സദൻ ഡൽഹിയിലെ നിർവാചൻ സദനാണ് കേട്ടോ. ഡൽഹിയിലെ നിർവാചൻ സദനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം. ഡൽഹിയിലെ നിർവാചൻ സദൻ. ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. ഓക്കെ, 3 അംഗങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത്. ഓക്കെ, എത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എത്ര? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 3 അംഗങ്ങളാണ് ഉള്ളത്.
ആരൊക്കെയാണ്? ഒന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും. ഓക്കെ, അങ്ങനെ 3 അംഗങ്ങളാണ് മുഴുവനായിട്ടുള്ളത്. എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണ് എന്തിലുള്ളത്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത്. പിന്നെ എന്ത് പഠിച്ചു? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിർവാചൻ സദൻ, ഡൽഹി. ഓക്കെ, ഡൽഹിയിലെ നിർവാചൻ സദനാണ്. എപ്പോഴാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 25. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? സുകുമാർ സെൻ. ഓക്കെ, സുകുമാർ സെൻ ആണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് അല്ലേ? ഓക്കെ, സുകുമാർ സെൻ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 324 ആണ്. ആർട്ടിക്കിൾ 324. ഇത്രയും പോയിന്റ്സ് പെർഫെക്റ്റ് അല്ലേ? അപ്പൊ സുകുമാർ സെൻ, ആ പേര് മറക്കരുത്. ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചത് ആരാണ്? അത് സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ. ഓക്കെ, അടുത്തത് നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദ്യം വരും. എവിടേക്കാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്. ഓക്കെ, ഇനി കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റു തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാഷ്ട്രപതി. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. പിന്നെ എന്ത് പഠിച്ചു? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പിന്നെ ഇവരെ നിയമിക്കുന്നത് അതായത് ഈ 3 അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണെന്ന് ചോദ്യം വന്നത് ആരാണ്? നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. എപ്പോഴാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 25 കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 1950 ജനുവരി 25. ആദ്യ കമ്മീഷണർ, അതായത് ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ആർട്ടിക്കിൾ, ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 324 ആണ് എന്നും നമ്മൾ പഠിച്ചു. എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 324. ഇത്ര കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലേ? പിന്നെ ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും, അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണെന്നും പഠിച്ചു. പിന്നെ എവിടൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്നത് നമുക്കറിയാം, അത് രാഷ്ട്രപതിക്ക് തന്നെ ആവുമല്ലോ. അതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാലും നീക്കം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാലും രാഷ്ട്രപതിയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് അല്ലെ? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാലും രാഷ്ട്രപതിയാണ്. ക്ലിയർ ആണല്ലോ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. 65 വയസ്സ് വരെ. അപ്പൊ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കെന്നും പഠിച്ചു വെക്കുക. അപ്പൊ കേന്ദ്രം ക്ലിയർ ആയല്ലോ? നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വരാം. ഇനി സംസ്ഥാനം നോക്കാം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 1993 ഡിസംബർ 3. ഓക്കെ, 1993 ഡിസംബർ 3. ആരായിരുന്നു ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? അതായത് ആദ്യ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദ്യം വന്ന MSK രാമസ്വാമി. MSK രാമസ്വാമി ആയിരുന്നു അല്ലെ? MSK
രാമസ്വാമിയാണ്. MSK രാമസ്വാമി. ഈ പേരും ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? സുകുമാർ സെൻ പഠിച്ചു അല്ലെ? അതെന്താണ്? അത് കേന്ദ്രമാണ്. അതായത് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആണ്. ഇവിടെ MSK രാമസ്വാമിയാണ്. MSK രാമസ്വാമി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അവിടെ നമ്മൾ എന്ത് പഠിച്ചു? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ രണ്ടും ആരാണ്? രാഷ്ട്രപതിയാണ്. ഇവിടെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നീക്കം ചെയ്യുന്നത്, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ഗവർണറും, നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? അത് രാഷ്ട്രപതിക്കാണുള്ളത്. ഓക്കെ, അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. രണ്ടും ഗവർണർ അല്ല, നിയമിക്കുന്നതാണ് ഗവർണർ. ഗവർണർക്ക് അവരെ നീക്കം ചെയ്യാനുള്ള അധികാരമല്ല. നീക്കം ചെയ്യുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമുക്കറിയാം അല്ലെ? അത് നമുക്കറിയാം. എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഈ ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. 1993 ഡിസംബർ 3 എന്ത്? സംസ്ഥാന, അതായത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. നമ്മൾ കേന്ദ്രത്തിന്റെ എപ്പോഴാണ് പഠിച്ചത്? 1950 ജനുവരി 25 കേന്ദ്രം. 1950 ജനുവരി 25. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഗവർണറും, നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാഷ്ട്രപതിയുമാണ്. അതുവരെ ക്ലിയർ ആയല്ലോ. അടുത്തത് നമ്മൾ നേരത്തെ പഠിച്ച വർഷവും ഇവിടെയും വ്യത്യാസമാണ്. നേരത്തെ എന്താണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയെന്ന് വെച്ചാൽ അത് 6 വർഷമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സംസ്ഥാനത്തിലാണെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഓക്കെ, വയസ്സ് കറക്റ്റാണ്. 65 വയസ്സ് വരെയാണ്. അത് രണ്ടിലും ഒരേതാണ്. പക്ഷേ നേരത്തെ നമ്മൾ പഠിച്ചത് 6 വർഷം. ഇതെന്താണ്? കേന്ദ്രം, സംസ്ഥാനമാണെങ്കിൽ 5. ഓക്കെ, അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? അത് 5 ആണ് കേട്ടോ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഉള്ളത്. ഇനി നമുക്ക് ഒന്ന് വേഗം റിപ്പീറ്റ് ചെയ്ത് വരാം. പഠിച്ചത് പെർഫെക്റ്റ് ആക്കണ്ടേ? ജസ്റ്റ് വായിച്ചു പോയാൽ പോരല്ലോ. നമുക്ക് വേഗം റിപ്പീറ്റ് ചെയ്ത് വരാം. ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? ഡേറ്റ് ആണ്. എപ്പോഴാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? ഒന്ന് പറഞ്ഞിട്ട് 1950 ജനുവരി 25 അല്ലേ? കിട്ടുന്നുണ്ടല്ലോ. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ പഠിച്ചു. ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടും. അത് സുകുമാർ സെൻ ആണ്. ഇവിടെ ഉള്ള പോയിന്റ് അല്ല, എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. സുകുമാർ സെൻ ആരാണ്? സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആരാണ്? സുകുമാർ സെൻ ആണ്. ആരാണ്? സുകുമാർ സെൻ. അപ്പൊ അതും പഠിച്ചു. ഇനി ഇതിനെ കുറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. 324 ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഏതാണ്? ആർട്ടിക്കിൾ 324. അടുത്തത് എന്ത് പഠിച്ചു? ആസ്ഥാനം. ഓക്കെ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനമാണ് നിർവാചൽ സദൻ ഡൽഹി. എവിടെയാണ്? നിർവാചൽ സദൻ ഡൽഹി. എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളാണ് ഉള്ളതെന്നും നമ്മൾ ഇവിടെ പഠിച്ചു. ഓക്കെ, പിന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പിന്നെ എന്താണ് പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും നമ്മൾ പഠിച്ചു. അത് പെർഫെക്റ്റ് അല്ലേ? നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതും അതായത് കേന്ദ്ര അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതി. സംസ്ഥാനത്താണെങ്കിൽ അത് നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നതിന് അധികാരം ആർക്കാണുള്ളത്? രാഷ്ട്രപതിക്കാണുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ സംസ്ഥാനത്താണെങ്കിൽ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, കേന്ദ്രത്തിലാണെങ്കിൽ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രണ്ടും ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ രണ്ടും ക്ലിയർ ആയി. ഓക്കെ, അടുത്തത് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. സംസ്ഥാനമാണെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഓക്കെ, എപ്പോഴാണ് സംസ്ഥാനം നിലവിൽ വന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. ഓക്കെ, കേന്ദ്രമാണെങ്കിൽ എപ്പോഴാണ്? കേന്ദ്രം 1950 ജനുവരി 25. 1950 ജനുവരി 25 കേന്ദ്രം നിലവിൽ വന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. ഓക്കെ, സംസ്ഥാന
തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇനി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? കുറച്ച് പോയിന്റ്സ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ, പക്ഷെ പെർഫെക്റ്റ് ആയി പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിർവാചൽ സദനാണ് അല്ലെ? എവിടെയാണ്? ഡൽഹിയിലെ നിർവാചൽ സദനാണ്. എപ്പോഴാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 1950-ലാണ്. എപ്പോഴാണ്? ജനുവരി 25-ആണ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ടെൻഷൻ ആവുമൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോയല്ലോ, അപ്പൊ അത്ര ടഫുള്ള കാര്യമൊന്നുമല്ല, സിമ്പിൾ ആണ്. 1950 ജനുവരി 25-നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നും നിങ്ങൾ പഠിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണെന്നും നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി ഇവിടെ അതായത് ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് വെച്ചാൽ നമുക്ക് ഇനി കിട്ടും. അത് സുകുമാർ സെൻ ആണ് അല്ലെ? ആരാണ്? സുകുമാർ സെൻ. പഠിച്ചിട്ട് പോണേ. സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ ആരാണ്? MSK രാമസ്വാമിയാണ് അല്ലെ? MSK രാമസ്വാമി. ഇനി കേരളത്തിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സും. ഇനി കേന്ദ്രത്തിലാണെങ്കിൽ അതായത് കേരളത്തിലെ സംസ്ഥാനത്തിലാണെങ്കിലാണ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇനി കേന്ദ്രമാണ് ചോദിക്കുന്നതെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ ഇന്ന് പഠിച്ച പോയിന്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇവരുടെ കാലാവധി എന്തായാലും അറിഞ്ഞിരിക്കണം. കാലാവധി എപ്പോഴും ചോദ്യം വരാറുണ്ട്. ആദ്യത്തേത് നമുക്ക് ഇവിടെ പോയിന്റ് SCRT-യിൽ കൊടുത്തിട്ടില്ല എങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ആസ്ഥാനം അവിടെ പഠിച്ചിരുന്നു അല്ലേ? അതും നമ്മൾ പഠിക്കണം. പിന്നെ നിയമിക്കുന്നത് ആരെന്നും നീക്കം ചെയ്യുന്നത് ആരെന്നും ഡൗട്ട് വരരുത്. കേന്ദ്രമാണെങ്കിൽ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ രാഷ്ട്രപതിയാണ്. സംസ്ഥാനമാണെങ്കിൽ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. കേന്ദ്രത്തിൽ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിക്കാണെന്ന് നമ്മൾ ഇവിടെ പഠിച്ചു. ഇവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് അതുപോലെ തന്നെ പഠിച്ചിട്ട് പോവുക. SCRT ആണ്, അതുപോലെ തന്നെ എടുത്ത് ചോദിക്കാനാണ് PSCക്ക് ഇഷ്ടം. അപ്പൊ നന്നായി പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏത് പാഠത്തിൽ നിന്നാണ്? ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠത്തിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രാമപ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? ഗ്രാമപ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതിൽ ഈ ത്രിതല പഞ്ചായത്ത് നമുക്ക് കാര്യമായി തന്നെ പഠിക്കാണ്ട്. ഓക്കെ, ത്രിതല പഞ്ചായത്ത് കേട്ടിട്ടുണ്ടാവല്ലോ. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ത്രിതല പഞ്ചായത്ത് അല്ലെ? ത്രിതല പഞ്ചായത്ത്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി നമുക്ക് ചോദ്യം വരും. ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് അല്ലെ? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ 3 ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്. ചിലപ്പോൾ ചോദ്യം വരും കേട്ടോ, ചിലപ്പോൾ ഉൾപ്പെടാത്ത ഒരു ഓപ്ഷൻ തരും. താഴെ തന്നിരിക്കുന്നതിൽ ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് കണ്ടെത്തുക എന്ന് ചോദ്യം വരും. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. ഗ്രാമപഞ്ചായത്ത് ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, പിന്നെ അതിന്റെ മേലെ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ അതിനും മേലെ ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ 3 ത്രിതല പഞ്ചായത്ത് ഉള്ളത്. ത്രിതല പഞ്ചായത്ത്. ഈ ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഈ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ് അല്ലെ? ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ. ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി, ത്രിതല പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഈ ത്രിതല പഞ്ചായത്ത് മാറ്റി ദ്വിതല പഞ്ചായത്ത് വേണം എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? എന്ന ആവശ്യം മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ അത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഏതാണ്? അശോക് മേത്ത കമ്മിറ്റി. ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ നമുക്കൊരു പോയിന്റ് കൂടെ പഠിക്കാണ്ട്. ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു മലയാളി ഉണ്ട്. ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട് കേട്ടിട്ടുണ്ടാവുമല്ലോ. EMS നമ്പൂതിരിപ്പാട്. ആരാണ് EMS നമ്പൂതിരിപ്പാട്? കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആര് എന്നൊക്കെ നമുക്ക് ചോദ്യം വന്ന ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണെന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ആരുടെയാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ്. ഏതാണ്? 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ. അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി. അപ്പൊ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാ നമുക്കറിയാലോ?
അത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പൊ ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഒരു വട്ടം കൂടെ പറയും. ഗ്രാമപഞ്ചായത്ത്, പിന്നെ ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്തും, മൂന്നാമത് വരുന്നത് ജില്ലാ പഞ്ചായത്തും. അതിൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സിമ്പിൾ ആയിട്ട് കിട്ടും. അതിന്റെ ഇടയിൽ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. ഓപ്ഷൻ മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതിലേതാണ്? ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടാമത് വരുന്നത്. അപ്പൊ ഏറ്റവും ചെറുത് ഗ്രാമപഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും വലുത് ജില്ലാ പഞ്ചായത്ത്. അങ്ങനെ മൂന്നെണ്ണമാണ് ത്രിതല പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്ത്. ഓക്കെ, അപ്പൊ ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കിട്ടും. ത്രിതല പഞ്ചായത്ത് വേണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാലും കിട്ടും. ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പൊ അത് കിട്ടിയല്ലോ. അപ്പൊ അടുത്തത് നോക്കാം. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും താഴത്തെ തലം, ഏറ്റവും താഴെ നമുക്കറിയാം അത് ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും മുകളിൽ ഏതാന്ന് ചോദിച്ചാൽ അത് ജില്ലാ പഞ്ചായത്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഏറ്റവും താഴെ ഏതാണ്? ഗ്രാമപഞ്ചായത്താണ്. ഏതാണ്? ഗ്രാമപഞ്ചായത്താണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു അത് ജില്ലാ പഞ്ചായത്താണ്. അപ്പൊ ഏറ്റവും താഴ്ന്നത് ഏതാണ്? ഗ്രാമപഞ്ചായത്തും. ഏറ്റവും ഉയർന്ന തലം ഏതാന്ന് ചോദിച്ചാൽ അത് ജില്ലാ പഞ്ചായത്തുമാണ്. അപ്പൊ 2 പോയിന്റ് കിട്ടിയല്ലോ. പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി അതേതാണ്? 73-ാം ഭേദഗതിയാണ്. ഇനി മുനിസിപ്പാലിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ അത് 74-ാം ഭേദഗതിയാണ് അല്ലെ? 74 ഇനി പഠിച്ചോ, ഈ 73, 74 ഈ 2 ഭേദഗതികളും ഏതാണ് വർഷം? 1992-ലാണ്. 1992-ലാണ് 73-ാം ഭേദഗതിയും. 73-ാം ഭേദഗതി പഞ്ചായത്തി രാജും, 74-ാം ഭേദഗതി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കാം. 2 വർഷം പഠിക്കണം. 73-ാം ഭേദഗതി ഏത് വർഷം എന്ന് ചോദ്യം വെച്ചും 1992-ലാണ്. 1992-ലാണ് 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അപ്പൊ ഏറ്റവും താഴത്തെ സംവിധാനം, താഴത്തെ തലം ഏതാന്ന് ചോദിച്ചാൽ ഗ്രാമപഞ്ചായത്തും, ഏറ്റവും മുകളിലത്തെ ജില്ലാ പഞ്ചായത്തുമാണെന്ന് നമ്മൾ പഠിച്ചു. 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും എപ്പോഴാണ്? 1992-ലാണ്. വർഷം കിട്ടുമല്ലോ. 1992. 1992-ലാണ് 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും. ഓക്കെ, അപ്പൊ ഇനി കണക്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് 73, 74 അവിടെ ഏതൊക്കെ വന്നു? 73 വന്നു, 74 വന്നു. ഇവിടെ അപ്പൊ മേലെ എന്താ വരിക? 2 വരും അല്ലെ? 2 വരും. അപ്പൊ ആലോചിക്കുക, 92ആണ്. 2 ആലോചിച്ച് വെക്കുക. ചിലപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ 2 കണക്ട് ചെയ്യാൻ പറ്റും. 2, 3, 4 അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 1992-ലാണ് 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും. ക്ലിയർ അല്ലേ? രണ്ടും ഒരേ വർഷമാണ്. ഓക്കെ, അടുത്തത് നോക്കാം. നഗരപാലിക നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി അതായത് മുനിസിപ്പാലിറ്റി നിയമം എപ്പോഴാണ്? 74-ാം ഭേദഗതി 1992. നമ്മളിപ്പോ പഠിച്ചു. 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും രണ്ടും എപ്പോഴാണ്? 1992-ലല്ലേ? അപ്പൊ 73, 74 ഭേദഗതി ഏത് വർഷം? ഏതെങ്കിലും ഒരു ഭേദഗതി തന്നിട്ട് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 1992-ലാണ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഏതാണ്? ഗ്രാമസഭയാണ് കേട്ടോ. ഗ്രാമസഭയെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാണ്ട്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വാർഡ് മെമ്പർ ആണ്. എന്നാൽ അധ്യക്ഷൻ ആരെന്ന് ചോദ്യം വന്നാലോ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കേട്ടോ. അപ്പൊ വിളിച്ചു കൂട്ടുന്നത് ശ്രദ്ധിച്ച് പഠിക്കണം, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഇപ്പൊ തന്നെ പറഞ്ഞു തന്നത്. അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. ഇത് വിളിച്ചു ചേർക്കുന്നത് ആരാണ്? വാർഡ് മെമ്പർ ആണ്. ആലോചിച്ച് നോക്ക്, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഓരോ സ്ഥലത്തും പോയി വിളിച്ചു ചേർക്കില്ല. അപ്പൊ വിളിച്ചു ചേർക്കാൻ ആര് വേണം? വാർഡ് മെമ്പർ വേണം. അവിടെ അധ്യക്ഷനായി ആരിയ്ക്കുന്നുണ്ട്? അധ്യക്ഷനായിട്ട് ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റും ഇരിക്കുന്നുണ്ട്. അപ്പൊ ക്ലിയർ അല്ലേ? ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ്? വാർഡ് മെമ്പർ. പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമാണ് ഗ്രാമസഭ. ഓക്കെ, ഗ്രാമസഭ ക്ലിയർ അല്ലേ? അപ്പൊ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് പഠിച്ചു വെച്ചോ. അത് വാർഡ് മെമ്പർ ആണ്. ഇനി ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭ. ഓക്കെ, എന്താണ്? ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭ. ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ശ്രദ്ധിച്ചു പഠിക്കണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട
മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗമാണ്. ഓക്കെ, ഒരു പഞ്ചായത്തിലെ മുഴുവൻ അല്ലെ, ഒരു പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തെറ്റാവും. ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ കുഴപ്പിക്കാനുള്ള ഒരു സാധനമാണ് അത്. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കുക. അടുത്തത് ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാ? ഞാൻ പറഞ്ഞു വിളിച്ചു ചേർക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് അല്ലെ, വിളിച്ചു ചേർക്കുന്നത് ആരാണ്? അത് വാർഡ് മെമ്പറും. എന്നാൽ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 243A ആണ്. 243A ആണ് ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 243A. 243A എന്തിനെ കുറിച്ചാണ്? ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 243A ആണ്. ഓക്കെ, നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത്, ഈ നഗരങ്ങളിൽ എന്താണ് അറിയപ്പെടുന്നത്? വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? വാർഡ് സഭ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഒന്നുകൂടെ പഠിച്ചോ, ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? വാർഡ് മെമ്പർ ആണ് അല്ലെ, വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഗ്രാമസഭയിൽ അധ്യക്ഷൻ ആരാണ്? അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പഠിച്ച പോയിന്റ് ഒന്നുകൂടെ ഒന്ന് വേഗം റിപ്പീറ്റ് ചെയ്ത് വരാം. എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? ഗ്രാമപ്രദേശത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, അപ്പൊ അതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനുള്ള ഒരു സാധനമാണ്, പഠിച്ചു വെക്കുക. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടുന്നവ. അപ്പൊ ചോദ്യം വരും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, 3 എണ്ണമായിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെ നമ്മൾ കാണാതെ തന്നെ പഠിച്ചിട്ടുണ്ടാവണം. കാരണം ചോദ്യത്തിന് അത്ര സ്കോപ്പുള്ള ഒരു ഭാഗമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇതിൽ പെടാത്തത് ഏത്? ഉദാഹരണത്തിന് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ അല്ലെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ 3 ആളുകളാണുള്ളത്. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കറിൻ. ഈ 3 പേരും നമ്മൾ പഠിക്കണം. 4ാമത് ഒരാളെ തരും, അദ്ദേഹം അതിൽ പെടുന്ന ആളല്ല. ഓക്കെ, അവരതിൽ ഉണ്ടാവില്ല. അപ്പോ ഈ 4ാമത്തെ ആളെ തരുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ കഴിയണം. ഈ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കറിൻ ആണ്. അവിടെ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ വരും, ആനി ബസന്റ് എന്നൊരു ഓപ്ഷൻ വരും. സുഖമായിട്ട് നമ്മളെ കുഴപ്പിക്കാൻ പറ്റും അവിടെ. അപ്പൊ അത് 3 എണ്ണമായിട്ടാണ് തരുന്നതെങ്കിൽ ആ 3 എണ്ണം പഠിച്ചു വെക്കുക തന്നെ വേണം. ഓക്കെ, അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സർ സ്റ്റെഫോർഡ് ഗ്രിപ്സ്. അവിടെയും 3 എണ്ണാണ്. 4ാമത് ഒരാളെ തരും. അപ്പൊ പെടാത്ത ആളാരാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനത്തെ 3 എണ്ണമായിട്ട് എന്തൊക്കെ തന്നു അതൊക്കെ കാണാതെ തന്നെ പഠിച്ചിട്ട് പോവുക. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെയാണ് 3. ത്രിതല പഞ്ചായത്ത്. ഓക്കെ, ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി കിട്ടുമല്ലോ. ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓക്കെ, അതാരാണ്? ബൽവന്ത് റായ് മേത്ത. ദ്വിതല പഞ്ചായത്ത് സംവിധാനം ആവശ്യപ്പെട്ട കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ അത് അശോക് മേത്ത കമ്മിറ്റി. ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? EMS നമ്പൂതിരിപ്പാട്, കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ കൃതി പഠിച്ചു വെക്കണം. 1.25 കോടി മലയാളികൾ. ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരാറുണ്ട്. ഓക്കെ, EMSന്റെ ആണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും താഴെ നമുക്കറിയും അത് ഗ്രാമപഞ്ചായത്താണ്, ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്താണോ എന്ന് നമുക്കറിയും. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ 73ഉം വർഷം ചോദിച്ചാൽ 92മാണ്. 73ാം ഭേദഗതി വർഷം 1992. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരപാലിക 74ാം ഭേദഗതി അല്ലെ കൊടുത്തിട്ടുണ്ടല്ലോ. 74ാം ഭേദഗതി 1992. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമാണ് ഗ്രാമസഭ. ഈ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. ശ്രദ്ധിക്കണം, അത് കൺഫ്യൂഷൻ വരും. കൺഫ്യൂസിംഗ് ഫാക്ട് ആണ്. അല്ലെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ തന്നാൽ അത് കൺഫ്യൂസിംഗ് ആവും. അതായത് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും 2 അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക, വാർഡ് മെമ്പർ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതാണ്. അതിൽ അധ്യക്ഷനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. ഓക്കെ, ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭ. അപ്പൊ ഈ വേദി അറിയപ്പെടുന്നത് എന്ത് എന്നൊരു ചോദ്യം വന്നാലോ അത് ഗ്രാമസഭയാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു പഠിക്കുക. ഓക്കെ, ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗമാണ്. അതും ക്ലിയർ ആയി. ഓക്കെ, പിന്നെ ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243A ആണ്. എത്രയാണ്? 243A ആണ്. 243A. അപ്പോ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് എന്താണ്? വാർഡ് സഭ എന്നാണ്. അടുത്തത്
നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും. ഏതൊക്കെയാണ്? മുനിസിപ്പാലിറ്റികൾ, ഓക്കെ, നഗരപാലികകളും കോർപ്പറേഷനുകളുമാണ്. ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? മുനിസിപ്പൽ കൗൺസിലാണ്. മുനിസിപ്പൽ കൗൺസിൽ. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെച്ചോ. നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളാണ് ഒന്ന് മുനിസിപ്പാലിറ്റികളും പിന്നെ ഒന്ന് കോർപ്പറേഷനുകളും. മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ് നഗരപ്രദേശങ്ങളിൽ എന്തൊക്കെയാണ്? മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും. ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കൗൺസിൽ. മുനിസിപ്പൽ കൗൺസിലാണ് ചെറിയ പട്ടണങ്ങളിൽ. ഓക്കെ, ഇനി വലിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ. ചെറിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിലും വലിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുമാണ്. അപ്പൊ ചെറുതിലേതാണ്? മുനിസിപ്പൽ കൗൺസിൽ. വലുതിലേതാണ്? മുനിസിപ്പൽ കോർപ്പറേഷൻ. ചെറുതിലേതാണ്? മുനിസിപ്പൽ കൗൺസിൽ. വലുതിലേതാണ്? വലുതിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഓക്കെ, അപ്പൊ വലിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്, ചെറിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിലാണ്. മാറില്ലല്ലോ. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി കാലാവധി എത്ര? നമുക്കൊക്കെ അറിയാം, 5 വർഷമാണ് അല്ലെ? 5 വർഷമാണ്. യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ആർട്ടിക്കിൾ ചിലപ്പോൾ ചോദ്യം വരില്ല. എത്രയാണ് ആർട്ടിക്കിൾ? അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? പഠിച്ചു വെച്ചോ. ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോയിക്കോ. 326 അല്ലെ? 326 ആർട്ടിക്കിൾ 326. യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഓക്കെ, ഇത് ആർട്ടിക്കിൾ 326 കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 326. അനുച്ഛേദം 326 ആണ്. അനുച്ഛേദം 326 ഓക്കെ. വോട്ടിംഗ് പ്രായം 18 ആക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61-ാം ഭേദഗതിയാണ്. 61-ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 18 ആക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 61-ാം ഭേദഗതി. ഏതാണ് വർഷം? 1988-ലാണ്. 1988-ലാണ് 61-ാം ഭേദഗതി. 61-ാം ഭേദഗതി. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 കുറച്ച വർഷം ഏതാണ്? 1989 ആണ്. 1989 പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ചോദിക്കും, രാജീവ് ഗാന്ധിയാണ്. അപ്പൊ വോട്ടവകാശം പ്രായം കുറക്കുകയാണ്. അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. കണക്ട് ചെയ്യാലോ, സിമ്പിൾ അല്ലേ? പ്രായം കുറഞ്ഞ ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അപ്പൊ ആ സമയത്ത് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി. ഓക്കെ, അപ്പോ പ്രായം കുറക്കുകയാണ്. 21-ൽ നിന്നും 18 ആക്കി. പ്രായം കുറച്ചു എന്നാലോചിച്ചാൽ പ്രായം കുറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ കണക്ട് ചെയ്യുക. കിട്ടുമല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. വോട്ടിംഗ് പ്രായം 18 ആക്കിയ ഭരണഘടനാ ഭേദഗതി 61-ാം ഭേദഗതി. അതിന്റെ വർഷം 1988 ആണെങ്കിൽ 1989-ലാണ് 21 എന്നുള്ള പ്രായം 18 ആക്കിയത്. ആ സമയത്തെ പ്രധാനമന്ത്രി പ്രായം കുറക്കുകയാണ് ചെയ്തത്. പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അപ്പൊ അതും നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ. പിന്നെ ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുനിസിപ്പൽ കൗൺസിലും, വലിയ പട്ടണങ്ങളിലാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുമാണ്. അപ്പൊ അതും നമ്മൾ പഠിച്ചു. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി കാലാവധി എത്രയെന്ന് വെച്ചാൽ 5 വർഷമാണെന്നും നമ്മൾ പഠിച്ചു. പിന്നെ യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഓക്കെ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാന്ന് വെച്ചാൽ അനുച്ഛേദം 326. പഠിച്ചു വെക്കണേ. ആർട്ടിക്കിൾ 326 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 326. വോട്ടിംഗ് പ്രായം 18 ആക്കിയ ഭരണഘടനാ ഭേദഗതി 61-ാം ഭേദഗതി 1988. വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 കുറച്ച വർഷം 1989. ഓക്കെ, ഭേദഗതി ഏത് സമയത്തായിരുന്നു? 61-ാം ഭേദഗതി 88-ലായിരുന്നു. എന്നാൽ ആ പ്രായം 18 കുറച്ച വർഷം, ഓക്കെ, 18 കുറച്ച വർഷം 1989. പ്രായം എന്താണ്? 21-ൽ നിന്നും 18 പ്രായം കുറക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയെ നമ്മൾ ഓർത്തിരിക്കുക, അത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, അപ്പൊ രാജീവ് ഗാന്ധിയാണ് ആ സമയത്തെ
പ്രധാനമന്ത്രി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള ഭാഗം ഏകദേശം USCRT പോയിന്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത്രയും പോയിന്റ്സ് എന്തായാലും പെർഫെക്റ്റ് അല്ലേ? ഇനി ഇത് ഇതേപോലെ തന്നെ ചോദ്യം വരും. SCRT ഒരു പ്രത്യേകത അതല്ലേ, അതുപോലെ തന്നെ നിങ്ങളോട് എടുത്ത് ചോദിക്കും. അപ്പൊ ആ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നോട്ട്സ് നമ്മൾ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കും. അപ്പൊ അതിൽ നോക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും എക്സാമിന് പോകുമ്പോൾ വായിച്ചിട്ട് പോവുകയാണെങ്കിൽ വായിച്ചിട്ട് പോവുക, ഇല്ലെങ്കിൽ ഈ ക്ലാസ് അപ്പോഴാണെങ്കിലും നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് പോവുക. USCRT ആണ്, അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഏതൊരു എക്സാമിന് പോകുന്നതിന് മുമ്പും USCRT ഒന്ന് റെഫർ ചെയ്തിട്ട് പോവുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് എഴുതുകയാണെങ്കിലും ആ നോട്ടാണെങ്കിലും നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുക. USCRT വിട്ട് കളയരുത്. ഇനിയുള്ള ഓരോ എക്സാമിനും തീർച്ചയായും പ്രതീക്ഷിച്ച് തന്നെ പോവുക. അപ്പൊ നമുക്ക് നോക്കാം. വ്യാധികൾ പടരാതിരിക്കാൻ, 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള വ്യാധികൾ പടരാതിരിക്കാൻ, അതിൽ നിന്നും രോഗങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. അപ്പൊ നമുക്കത് ഏതൊക്കെ നോക്കാം. ആദ്യം പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ നോക്കാം. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ജലദോഷം, കോവിഡ്. ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. ഇതിൽ പകുതി നമുക്ക് എന്തായാലും അറിയുന്നത്. ഏതെങ്കിലും ഒന്ന് അറിയാത്തതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് പോകാം. ഇപ്പൊ തന്നെ നമുക്ക് എന്തായാലും പഠിച്ചു പോവാം. ആദ്യം ഏതാണ്? ഡെങ്കിപ്പനി അല്ലെ? ഡെങ്കിപ്പനി പകരുന്നു നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരാൾക്ക് ഡെങ്കിപ്പനി ആണെന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്തേക്ക് പോകരുത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ? അയാളുടെ അടുത്തേക്ക് പോകരുത്, പനി പകരും എന്ന് പറയാറുണ്ട്. അപ്പൊ ഡെങ്കിപ്പനി എന്താണ്? ഡെങ്കി പകരും. ഓക്കെ, ഡെങ്കി പകരും. മഞ്ഞപ്പിത്തം എന്താണ്? പകരുന്നതാണ്. മഞ്ഞപ്പിത്തം പകരും. അപ്പൊ എന്താണ്? മഞ്ഞപ്പിത്തം പകരുന്ന രോഗമാണ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം രണ്ടും പകരുന്നതാണെന്ന് മനസ്സിലായല്ലോ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം. പിന്നെ ടൈഫോയിഡ്. ഓക്കെ, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ഇത് മൂന്നും എന്താണ്? പകരുന്ന രോഗങ്ങളാണ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. ഓക്കെ, ഇവിടെ തന്നെ പഠിച്ചിട്ട് പോവാട്ടോ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. ഒന്നുകൂടെ പറ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്. പിന്നെ ഏതാണ്? കോളറ പകരുന്നതാണ് കേട്ടോ. കോളറ പകരുന്നതാണ്. അപ്പൊ കോളറ, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം. ഓക്കെ, അതിൽ ഡെങ്കിപ്പനി നമുക്ക് എപ്പോഴും കിട്ടും. ഡെങ്കിപ്പനി സിമ്പിൾ ആണ്. പിന്നെ മഞ്ഞപ്പിത്തം പഠിക്കണം. മഞ്ഞപ്പിത്തം അറിയാത്തവരാണെങ്കിൽ പഠിച്ചിട്ട് പോവാം. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ. പിന്നെ ജലദോഷം നമുക്കറിയാം. ജലദോഷം പകരുന്നതാണെന്ന് നമുക്കറിയാം അല്ലെ? ജലദോഷം തുമ്മിക്കഴിഞ്ഞാലൊക്കെ അങ്ങനെയൊക്കെ പകരുന്നതല്ലേ? അപ്പൊ അത് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്യുക. തുമ്മിക്കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാലൊക്കെ ഇതിങ്ങനെ പകരുന്ന ആലോചിക്കുക കേട്ടോ. ഓക്കെ, അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ജലദോഷം പകരുന്നതാണ്. ജലദോഷം എന്താണ്? പകരുന്നതാണ്. ജലദോഷം പകരുന്നതാണ്, അത് നമുക്കറിയാലോ. പിന്നെ COVID-19 പകരുന്നതാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ ഇതെന്തായാലും കിട്ടും, ഇതും എന്തായാലും കിട്ടും, ഇതും എന്തായാലും കിട്ടും. ഓക്കെ, ഡെങ്കിപ്പനി, പിന്നെ അതുപോലെ തന്നെ ജലദോഷം, പിന്നെ COVID-19, ഇത് മൂന്നും എന്തായാലും കിട്ടും. ഓക്കെ, ഒരു കൺഫ്യൂഷനും വരില്ല. പിന്നെ മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, മൂന്നെണ്ണം പഠിച്ചാൽ പോരെ. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഒന്ന് ജലദോഷം പറഞ്ഞു അല്ലെ? ജലദോഷം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, പിന്നെ ഏതാണ്? ഡെങ്കിപ്പനി, പിന്നെ COVID-19. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവോ? ആദ്യം നമ്മൾ ഏത് പനിയാണ് പഠിച്ചത്? ഡെങ്കിപ്പനിയാണ് അല്ലെ? ഒപ്പം പറഞ്ഞു പോണേ. ആദ്യം ഡെങ്കിപ്പനി, പിന്നെ മഞ്ഞപ്പിത്തം, പിന്നെ ടൈഫോയിഡ്, കോളറ. ഓക്കെ, പിന്നെ ഏതാണ് ലാസ്റ്റ് പറഞ്ഞത്? COVID-19 ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയോ? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, പിന്നെ ഏതാണ്? COVID-19. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. ഇതൊക്കെ എന്താണ്? പകരുന്ന രോഗങ്ങളാണ് കേട്ടോ. ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, മറ്റൊരാളിൽ നിന്നും നമുക്ക് പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, COVID-19. ഓക്കെ, അതൊക്കെയല്ലേ ഇപ്പൊ പഠിച്ചത്? അപ്പൊ പഠിച്ചല്ലോ. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, പിന്നെ ഏതാണ്? COVID-19. ആ ജലദോഷം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? ജലദോഷം. ഓക്കെ, ജലദോഷം മറക്കരുത്. അപ്പൊ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ജലദോഷം, COVID-19. ജലദോഷമൊക്കെ നമുക്ക് എന്തായാലും കിട്ടും. ജലദോഷം കിട്ടും. COVID-19 നമ്മൾ എത്രയോ അനുഭവിച്ചതാണ്. COVID-19 പകരുന്നതാണ്, നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് രണ്ടും കിട്ടും. പിന്നെ ഡെങ്കിപ്പനി നമുക്ക് കിട്ടും അല്ലെ? ഡെങ്കിപ്പനി നമുക്ക് കിട്ടും. ഡെങ്കിപ്പനി പകരുന്നതാണെന്ന് പലരും പറഞ്ഞിട്ടായാലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പകരാത്തവരാണെങ്കിൽ, ചിലർക്ക് പകർന്നു വന്നിട്ടുണ്ടാവും, അവർക്ക് സിമ്പിളായി പഠിക്കാൻ പറ്റും. പകരാത്തവരാണെങ്കിൽ മനസ്സിലാക്കുക, ഡെങ്കിപ്പനി ഒരു പകരുന്ന രോഗമാണ്. പിന്നെ ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഓക്കെ, ഇത് മൂന്നും പഠിച്ചു വെക്കുക. ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെ നോക്കാം. ഈ ക്യാൻസർ പകരില്ല കേട്ടോ. ഓക്കെ, ക്യാൻസർ പകരില്ല, അത് നമുക്കറിയാലോ.
പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അയാൾക്ക് ക്യാൻസർ ആണ്, അയാളുടെ അടുത്തേക്ക് പോകണ്ടെന്നൊക്കെ ചിലപ്പോൾ ഒരു ബോധമല്ലാതെ ചിലർ പറയും. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കേൾക്കാം, ഈ ക്യാൻസർ പകരുന്ന ഒരു രോഗമൊന്നുമല്ല അല്ലേ, ക്യാൻസർ പകരുന്ന ഒരു രോഗമൊന്നുമല്ല. ഈ ക്യാൻസർ വന്ന ആളുകളെ നമ്മൾ അടുപ്പിച്ച് നിർത്തുകയാണ് വേണ്ടത്, നമ്മൾ അവരെ കൂടെ നിർത്തുകയാണ് വേണ്ടത്. ഓക്കെ, അല്ലാതെ അവരിൽ നിന്നും അകന്ന് നിൽക്കല്ല, അവർക്ക് ക്യാൻസർ ആണ്, അത് പകരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ക്യാൻസർ എന്താണ്, പകരുന്ന ഒരു രോഗമല്ല. ഓക്കെ, ക്യാൻസർ പകരുന്ന രോഗമല്ല. പ്രമേഹം എന്താണ്, പകരുന്ന രോഗമല്ല, പ്രമേഹം പകരുന്നതല്ല അല്ലെ, പ്രമേഹം പകരുന്നതല്ല, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അല്ലെ, ജീവിതശൈലി രോഗമാണ് പ്രമേഹം. പിന്നെ ഹൃദ്രോഗം, ഒന്ന് ആലോചിച്ച് നോക്ക്, ഹൃദ്രോഗം പകരുമോ? അയാളുടെ ഹൃദയം അല്ലല്ലോ നമ്മുടെ ഉള്ളത്, അപ്പൊ അതെങ്ങനെ പകരും? ഓക്കെ, അപ്പൊ അത് പകരില്ല. അയാളുടെ ഹൃദയത്തിന് എന്തൊക്കെയാ കാട്ടിവെച്ച് അയാൾക്ക് വന്ന രോഗമാണ്. ഓക്കെ, അപ്പൊ ഹൃദ്രോഗം പകരില്ല, അങ്ങനെ കേട്ടോ. അപ്പൊ കണക്ട് ചെയ്ത് നോക്കുക, അയാളുടെ ഹൃദയത്തിനാണ് വന്നത്. ഹൃദ്രോഗം പകരില്ല, പ്രമേഹം പകരില്ല, ക്യാൻസർ പകരില്ല. ക്യാൻസർ പകരില്ല എന്ന് നമുക്കറിയാം അല്ലെ, ക്യാൻസർ ഒരു പകരുന്ന രോഗമല്ല, ക്യാൻസറുള്ള ആളുകളെ നമ്മൾ കൂടെ ചേർത്ത് പിടിക്കാണ് വേണ്ടത്. അപ്പൊ ക്യാൻസർ എന്ത് ചെയ്യും, പകരില്ല. ഓക്കെ, പ്രമേഹം ജീവിതശൈലി രോഗമാണ്, പകരില്ല. ഓക്കെ, അതും പകരില്ല. പിന്നെ ഹൃദ്രോഗം എന്താണ്, പകരില്ല. പക്ഷാഘാതം, ഓക്കെ, പക്ഷാഘാതം എന്താണ്, പകരോ? ഇല്ലല്ലോ. ഇതൊക്കെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനുള്ളൂ, രോഗങ്ങളിൽ നിന്ന് തന്നെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും ഈ പക്ഷാഘാതമൊക്കെ എങ്ങനെ പകരുക. പക്ഷാഘാതം പകരില്ല. വൃക്കരോഗം പകരില്ല. അൽഷിമേഴ്സും പകരില്ല. അൽഷിമേഴ്സ് അയാളുടെ ഓർമ്മ പോയെങ്കിൽ അതെങ്ങനെ നമുക്ക് പകർന്നു വരിക? ഇല്ല, അൽഷിമേഴ്സും പകരില്ല. അപ്പൊ ക്യാൻസർ പകരില്ല, പ്രമേഹം പകരില്ല, ഹൃദ്രോഗം പകരില്ല, പക്ഷാഘാതം പകരില്ല, വൃക്കരോഗം പകരില്ല, അൽഷിമേഴ്സും പകരില്ല. അപ്പൊ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ക്യാൻസർ അല്ലെ, ക്യാൻസർ പകരില്ല നമുക്കറിയാം, ക്യാൻസർ പകരില്ല. പ്രമേഹം പകരുമോ? പ്രമേഹം പകരില്ല. ഹൃദ്രോഗം പകരുമോ? ഹൃദ്രോഗം ഇല്ല. ഹൃദ്രോഗം, വൃക്കരോഗം ഒന്നും പകരില്ല. പക്ഷാഘാതം പകരില്ല, അൽഷിമേഴ്സും പകരില്ല. ഓക്കെ, അപ്പൊ ക്യാൻസർ പകരില്ല, പ്രമേഹം പകരില്ല, ഹൃദ്രോഗം പകരില്ല, പക്ഷാഘാതം പകരില്ല, വൃക്കരോഗം പകരില്ല, അൽഷിമേഴ്സും പകരില്ല. അപ്പൊ പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയെന്ന് കിട്ടി. പകരുന്നത് ഏതൊക്കെയെന്നും പഠിച്ചല്ലോ. പ്രധാനമായിട്ടും നമുക്ക് എപ്പോഴും അറിയുന്ന ഒന്ന് ജലദോഷം, പിന്നെ എന്തായാലും ഓപ്ഷൻ കണ്ടാൽ കിട്ടുന്ന ഒന്നാണ് COVID-19, പിന്നെ ഡെങ്കിപ്പനി, പിന്നെ ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, കോളറ. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. പകരാത്തത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ക്യാൻസർ എന്നാണ് ക്യാൻസർ ദിനം എന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോയിക്കോട്ടോ. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം കേട്ടോ. ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. ഇനി പ്രമേഹ ദിനം എന്നാണ് ചിലപ്പോൾ ചോദ്യം വന്നാൽ അത് നവംബർ 14 കേട്ടോ. നവംബർ 14. അപ്പൊ നവംബർ 14 പ്രമേഹ ദിനം, ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. നവംബർ 14 നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും. പ്രമേഹം, ഓക്കെ, ഷുഗർ ആലോചിക്കുക. ഓക്കെ, പ്രമേഹം ഷുഗറിൽ നിന്ന്. അപ്പോൾ എന്താലോചിക്കണം? മിഠായി ആലോചിക്കണം കേട്ടോ. മിഠായി ആലോചിച്ച് നമുക്ക് കിട്ടും. കാരണം ഇതെന്താണ്, ചിൽഡ്രൻസ് ഡേ ആണ് നവംബർ 14. അപ്പൊ കുട്ടികളാണ് മിഠായി കഴിക്കുക. മിഠായി ഒരുപാട് ആർക്കാണ്? കുട്ടികൾക്കാണ്. അപ്പൊ മിഠായി വെച്ചിട്ട് ഷുഗറിനെ കണക്ട് ചെയ്യുക, പ്രമേഹത്തെ കണക്ട് ചെയ്യുക. അത് നവംബർ 14 നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടും ഒരു ദിവസമാണ്. അതായത് പ്രമേഹ ദിനവും ചിൽഡ്രൻസ് ഡേയും രണ്ടും ഒരു ദിവസമാണ് കേട്ടോ. അപ്പൊ അത് രണ്ടും പഠിച്ചു വെക്കാലോ. ഓക്കെ, അപ്പൊ ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി 4. പിന്നെ പ്രമേഹ ദിനം എന്നാണ് നവംബർ 14. രണ്ടും പഠിച്ചു വെച്ചു അല്ലെ. ക്യാൻസർ എന്താണ്? പകരാത്ത ഒരു രോഗമാണ്. പ്രമേഹം എന്താണ്? പകരാത്ത ഒരു രോഗമാണ്. ഹൃദ്രോഗം, വൃക്കരോഗം, പക്ഷാഘാതം ഇതൊന്നും പകരില്ല. അൽഷിമേഴ്സ് പകരില്ല. ഇതൊക്കെ പകരാത്ത രോഗമാണ്. പകരുന്ന രോഗങ്ങൾ ഇവയാണ്. ഓക്കെ, അപ്പൊ ചോദ്യം എങ്ങനെ വരുന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിട്ട് പോകണം. എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ പകരുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏത്? ഓക്കെ, ഞാൻ ഇപ്പൊ ചോദിക്കട്ടെ കുറച്ചെണ്ണം. മഞ്ഞപ്പിത്തം പകരുന്ന രോഗമാണോ അല്ലയോ? എന്താണ് മഞ്ഞപ്പിത്തം? എന്താണ് പകരുന്ന രോഗമാണ് അല്ലെ. പക്ഷാഘാതം എന്താണ്? പകരില്ല. പക്ഷാഘാതം എന്താണ്? പകരില്ല. ഓക്കെ, ഹൃദ്രോഗം പകരില്ലേ? ഇല്ല. ഹൃദ്രോഗം എന്താണ്? പകരില്ല. സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഹൃദ്രോഗം, വൃക്കാരോഗം, പക്ഷാഘാതം, അൽഷിമേഴ്സ് ഇതൊന്നും പകരില്ല. ഓക്കെ, പിന്നെ പകരുന്നത് ഏതൊക്കെയാണ്? ടൈഫോയിഡ് പകരും അല്ലെ. ടൈഫോയിഡ് പകരും, ഡെങ്കിപ്പനി പകരും, കോളറ പകരും, മഞ്ഞപ്പിത്തം പകരും അല്ലെ. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. അപ്പൊ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു വട്ടം കൂടെ ഞാൻ രണ്ടും ഒന്ന് വേർതിരിച്ച് പറഞ്ഞു തരട്ടെ. ലാസ്റ്റ് ടൈമാണേ. എന്താണ് ആദ്യം പകരുന്ന രോഗങ്ങൾ നോക്കാം. ഏതൊക്കെയാണ് ആദ്യം പകരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ജലദോഷം ഓർമ്മ വരും, COVID-19 ഓർമ്മ വരും, പിന്നെ ഏതാണ് ഡെങ്കിപ്പനി അല്ലെ. പിന്നെ ഏതൊക്കെയാണ്? മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ. ഇതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ. ഇതൊക്കെ എന്താണ്? പകരുന്ന രോഗങ്ങളാണ്. ഇനി പകരാത്തത് മെയിൻ ആയിട്ട് ഏതാണ്? ക്യാൻസർ പകരില്ല. ഒന്ന് അറിഞ്ഞു വെച്ചോ, ക്യാൻസർ പകരില്ല കേട്ടോ. ക്യാൻസർ പകരില്ല. പിന്നെ ഏതാണ്? പക്ഷാഘാതം പകരില്ല, ഹൃദ്രോഗം, വൃക്കാരോഗം, പ്രമേഹം, അൽഷിമേഴ്സ് ഇതൊന്നും പകരില്ല. ഓക്കെ, അപ്പൊ പകരുന്ന രോഗങ്ങളും കിട്ടി, പകരാത്ത രോഗങ്ങളും കിട്ടി. അത് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. നമുക്കറിയാലോ അതിന് നമ്മൾ എന്താണ് പകർച്ചവ്യാധികൾ എന്നാണ് പറയുക. അതൊരു പകർച്ചവ്യാധിയാണ്. അതായത് അയാളിൽ നിന്ന് നമുക്ക് പകരും. അതിനെ നമ്മൾ എന്ത് പറയും? പകർച്ചവ്യാധി എന്ന് പറയും. അത് സിമ്പിൾ ആണ്. പകർച്ചവ്യാധികൾ. ഓക്കെ,
മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന പകർച്ചവ്യാധികളാണ് മഹാമാരി. ഓക്കെ, എന്താണ് മഹാമാരി അല്ലെ? മഹാമാരി നമുക്കറിയാം അല്ലെ, മഹാമാരിയാണ്. ഓക്കെ, മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ, മറ്റു രാജ്യങ്ങളിലേക്ക് പടരുന്നിട്ട് ഒരുപാട് ആളുകളെ അത് ബാധിക്കണം. അതാണ് മഹാമാരി അല്ലെ, കോവിഡ് മഹാമാരി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ കോവിഡ് ഒരു മഹാമാരിയാണ്. അപ്പോ എന്താണ് മഹാമാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഒരുപാട് ആളുകളെ, ഒരുപാട് രാജ്യങ്ങളിലുള്ള, പല രാജ്യങ്ങളിലുള്ള ആളുകളെ ബാധിക്കുകയാണ്. അപ്പൊ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്യുന്ന പകർച്ചവ്യാധികളാണ് മഹാമാരി. രണ്ടും കിട്ടുമല്ലോ. ഓക്കെ, ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികള്. മറ്റു രാജ്യങ്ങളിലെ ആളുകളെയൊക്കെ ബാധിക്കുന്ന, മറ്റു രാജ്യങ്ങളിലെയോ ഭൂഖണ്ഡങ്ങളിലെയോ ആളുകളെയൊക്കെ ബാധിക്കുന്നതാണ് മഹാമാരി. അങ്ങനെ ഒന്നിന് ഉദാഹരണമാണ് അല്ലെ, COVID-19 അതിന് ഉദാഹരണമാണ്. ഓക്കെ, COVID-19. അടുത്തത്, രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും അല്ലെ. ഇൻക്യുബേഷൻ പീരീഡ് ആണ് കേട്ടോ. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, എന്നാൽ രോഗലക്ഷണം കണ്ടു തുടങ്ങിയിട്ടില്ല. എന്നാൽ ആ രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള ടൈമാണ്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു, ഇനി രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇമ്പോർട്ടന്റ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് അതിന് പറയുന്നത്. ഓപ്ഷൻ കാണും. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ട് തുടങ്ങുന്നത് മുതൽ, അതായത് തുടങ്ങുന്നത് വരെയുള്ള ആ സമയം, ആ ഒരു പീരീഡാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇൻക്യുബേഷൻ പീരീഡ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിഡെമിക്. ഓക്കെ, എപ്പിഡെമിക് ആണ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് എപ്പിഡെമിക്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡെമിക്. എന്താണ്? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതാണ് എപ്പിഡെമിക്. ഓക്കെ, നമുക്ക് ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് വളരെ വേഗമാണല്ലേ. അപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടാൽ അടുത്ത എപ്പിസോഡ് വളരെ വേഗത്തിൽ വേണം എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കും. വളരെ വേഗം അതിങ്ങോട്ട് താന്നല്ലേ നമ്മളുടെ മനസ്സ് പറയുക. ഓക്കെ, അപ്പോൾ എപ്പിസോഡ് വെച്ചിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. എപ്പിസോഡ് വെച്ചിട്ട് എപ്പിഡെമിക്കിനെ കണക്ട് ചെയ്യുക. ഈ എപ്പി വെച്ചിട്ട് കണക്ട് ചെയ്യുക. എപ്പിഡെമിക് ആണ് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നത്. ഓക്കെ, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എപ്പിഡെമിക്. എന്ത് വെച്ച് കണക്ട് ചെയ്യണം? വേഗത്തിൽ എന്നുള്ളത് കൊണ്ട് വേഗത്തിൽ പടർന്നു പിടിക്കുക. അപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ അടുത്ത എപ്പിസോഡ് കാണണം. കാരണം അത്ര ഒരു ട്വിസ്റ്റിലേക്ക് ആയിരിക്കും ഒരു എപ്പിസോഡ് നിർത്തിയിട്ടുണ്ടാവുക. അപ്പൊ അടുത്ത എപ്പിസോഡ് പെട്ടെന്ന് തന്നെ കാണണം. അയാൾക്ക് എന്തുണ്ടായി, എന്താണ് അവിടെ സംഭവിച്ചത്, സീരിയൽ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ സീരീസ് കാണുന്ന ആളുകൾക്കൊക്കെ അത് കിട്ടൂല്ലേ. ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിനുള്ള എന്തെങ്കിലും അതിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താ, നമുക്ക് വേഗം അത് കാണണം. അതെന്താണ്? എപ്പിഡെമിക്. എപ്പിസോഡ് വെച്ചിട്ട് എപ്പിഡെമിക്കിനെ കണക്ട് ചെയ്യുക. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡെമിക്. കണക്ട് ആവുമല്ലോ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ എന്തായാലും കണക്ഷൻ വരും കേട്ടോ. അടുത്തത്, സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എൻഡമിക്. ഓക്കെ, ഇതും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. എന്താണ് ഇതിൽ പറയുന്നത്? സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുകയാണ്. ഓക്കെ, വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായി. അപ്പൊ കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താ? ഇതിനെന്തില്ല, ഇതിനൊരു എൻഡില്ല. ഓക്കെ, ഇതിനൊരു എൻഡില്ല. അപ്പൊ അത് വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യാൻ പറ്റും? എൻഡമിക്. ഒരു എൻഡില്ലാത്തതാണ് എൻഡമിക്. ഓക്കെ, സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ഇത് സമൂഹത്തിൽ ഉണ്ട്. ഇതൊന്ന് തുടച്ചു മാറ്റാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇതിനൊരു എൻഡ് ഇല്ല. അതാണ് എൻഡമിക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതിനൊരു എൻഡ് ഇല്ല. കണക്ട് ചെയ്യാലോ. എൻഡമിക്, എൻഡ് ഇല്ല. ഓക്കെ, എൻഡമിക്. എപ്പിഡമിക് എന്താണ്? വളരെ വേഗത്തിൽ, നമുക്ക് വേഗത്തിൽ അടുത്ത എപ്പിസോഡ് കിട്ടണം അല്ലെ. അപ്പൊ വേഗത്തിൽ അടുത്ത എപ്പിസോഡ് കിട്ടണം. അത് കണക്ട് ചെയ്ത് എന്ത്? എപ്പിസോഡ്. എപ്പിഡമിക് ആണ് കേട്ടോ. എപ്പിഡമിക്. എൻഡമിക് എന്താണ്? ഒരുപാട് കാലങ്ങളായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നത്, വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പിന്നെ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളാണ് എൻഡമിക്. എന്താണ്? ഇതിനൊരു എൻഡ് ഇല്ല എന്ന് കണക്ട് ചെയ്തൊക്കെ കണക്ഷൻ വരണേ. എൻഡമിക്. ഓക്കെ, ഇതിനൊരു എൻഡ് ഇല്ല. ചോദ്യം കണ്ടാൽ കിട്ടും. ഓപ്ഷൻ നിങ്ങൾക്ക് കണക്ട് ആവും. ഓക്കെ, ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് നോസോകോമിയൽ രോഗങ്ങളാണ്. എന്താണ്? നോസോകോമിയൽ രോഗങ്ങൾ എന്നാണ് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, നോസോകോമിയൽ രോഗങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ. നോസോകോമിയൽ രോഗങ്ങൾ. ഓക്കെ, ആശുപത്രിയിൽ നിന്ന് പകരുന്നത്. ആശുപത്രിയിൽ നിന്ന് പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? ആശുപത്രിയിൽ നിന്ന് നമുക്ക് രോഗങ്ങളൊന്നും പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആശുപത്രിയിൽ ചെല്ലുമ്പോൾ മാസ്ക് ഇട്ടിട്ട് പോകും. മാസ്ക് ഇടുന്നത് എന്തിനാണ്? നമ്മുടെ നോസ് മറക്കാനാണ്. ഓക്കെ, നോസോ
നോസോകോമിയൽ രോഗങ്ങൾ. അപ്പൊ ആശുപത്രി കണക്ട് ചെയ്യാം കേട്ടോ. മാസ്ക് എപ്പോഴും കണക്ട് ചെയ്യേണ്ടതാണ്, എന്നാലും ആശുപത്രി പോകുമ്പോൾ നമ്മൾ എപ്പോഴും മാസ്ക് കയ്യിൽ കരുതണം എന്ന് പറയാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നോസ് മറക്കുക, ഓക്കെ, മുക്ക് മറക്കുക. ഓക്കെ, നോസോകോമിയൽ രോഗങ്ങൾ കണക്ട് ചെയ്തൂടെ? നോസോകോമിയൽ രോഗങ്ങൾ ഇപ്പൊ എന്തൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു? ആശുപത്രിയിൽ നിന്ന് പകരുന്നതാണെങ്കിൽ നമ്മൾ മൂക്ക് മറച്ചിട്ട് പോകും. അപ്പൊ നോസോകോമിയൽ രോഗങ്ങൾ. ഓക്കെ, അപ്പൊ നോസോ എന്ന് കണ്ട ആശുപത്രി കണക്ട് ആണോ? നോസോ കണ്ട ആശുപത്രി കണക്ട് ആണോ? നിങ്ങൾ ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ട സാധനം കിട്ടണം. ഓക്കെ, അപ്പൊ നോസോകോമിയൽ രോഗങ്ങൾ എന്താണ്? ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ്. ഒരുപാട് കാലങ്ങളായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു രോഗം, പൂർണ്ണമായി തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു രോഗം. എന്താണ്? ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനെന്താണ്? അതിനൊരു എൻഡ് ഇല്ല. അതെന്താണ്? എൻഡമിക് എന്താണ് അല്ലെ? എൻഡമിക് എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? വളരെ വേഗത്തിൽ പകരുന്ന രോഗങ്ങൾ അല്ലെ? വളരെ വേഗത്തിൽ പകരുന്ന രോഗങ്ങളാണ് എപ്പിഡമിക്. നമുക്ക് ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അടുത്ത എപ്പിസോഡ് കാണണം. ഓക്കെ, അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുക. എപ്പിസോഡ് എപ്പിഡമിക്, എൻഡില്ലാത്തത് എൻഡമിക്. ഓക്കെ, ഒരുപാട് കാലങ്ങളായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു നീക്കാനാവാത്തതുമാണ് എൻഡമിക് എന്നറിയപ്പെടുന്നത്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നോസോകോമിയൽ. കണക്ട് ചെയ്തൂടെ? നോസോകോമിയൽ രോഗങ്ങൾ. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അടുത്തത് നോക്കാം. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ എന്താണ്? സൂണോസിസ് രോഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതാണ് സൂണോസിസ് രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നതാണ് സൂണോസിസ്. അതിന് നമുക്ക് പൂച്ചനൊക്കെ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എവിടെന്നെങ്കിലും ചെറുപ്പത്തിലൊക്കെ നമ്മൾ എവിടെന്നെങ്കിലും ഒരു പൂച്ചക്കുട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് വീട്ടിലേക്ക് വരും. ഓക്കെ, അതിന് ഒരുപാട് ട്രോളൊക്കെ വരാറുണ്ട് ഇല്ലേ? മറ്റേ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ വെച്ച് ട്രോളൊക്കെ വരാറുണ്ട്, ഇവയെ നൻപൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ആലോചിക്കണ്ട. നമ്മൾ എപ്പോഴും ചെറുപ്പത്തിൽ എന്താണ്, ഒരു പൂച്ചക്കുട്ടിനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ചന്ത കണ്ടിട്ട് നമുക്ക് എന്തായാലും അതിനൊന്ന് എടുത്ത് കൊണ്ടുവരാൻ തോന്നും. അങ്ങനെ ഒരു പൂച്ചക്കുട്ടിയെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ വരും. അപ്പൊ അമ്മയും അച്ഛനും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സൂൺ. ഓക്കെ, സൂൺ ഇത് വെച്ച് കണക്ട് ചെയ്യുക. സൂൺ, അതിന്റെ രോമൊക്കെ തട്ടിയിട്ട് സൂൺ, ഈ അടുത്ത് തന്നെ നിനക്ക് രോഗം വരും. അപ്പൊ സൂൺ വെച്ച് കണക്ട് ചെയ്യുക. നിനക്ക് രോഗം എന്തായാലും വരും. കമ്മിങ് സൂൺ. ഓക്കെ, അപ്പൊ സൂൺ വെച്ച് കണക്ട് ചെയ്യുക. സൂണോസിസ് രോഗങ്ങൾ. ഓക്കെ, അപ്പൊ പൂച്ചക്കുട്ടിനെ വെച്ചിട്ടൊന്ന് ആലോചിച്ചൂടെ? പൂച്ചക്കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അതിന്റെ രോമൊക്കെ അലർജി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെന്താണ്? സൂൺ, നിനക്ക് വരും. ഓക്കെ, സൂണോസിസ് രോഗങ്ങൾ. അതാണ് മൃഗങ്ങളിൽ നിന്നും പകരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പെറ്റ്സിനെ ആലോചിച്ചാൽ മതി. പൂച്ചനെ തന്നെ ആലോചിക്കണമെന്നില്ല. പെറ്റ്സിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ രോഗങ്ങൾ വരുന്ന എപ്പോഴും മാതാപിതാക്കൾ, അതായത് വീട്ടുകാർ നമ്മളെപ്പോഴും ചീത്ത പറയും. ഓക്കെ, എനിക്കൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പൂച്ചനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പൂച്ചനെ വെച്ച് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പൂച്ചനെ വെച്ചിട്ട് തന്നെ അല്ല, എന്തെങ്കിലും പെറ്റിനെ വെച്ച് കണക്ട് ചെയ്യുക. എല്ലാ പെറ്റിൽ നിന്നും എന്തായാലും രോഗങ്ങൾ പകരുന്നല്ല ഞാൻ പറയുന്നത്. അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ സൂൺ നിനക്ക് രോഗം വരും എന്നുള്ളത് വീട്ടുകാർ പറയുന്നത് കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസൂട്ടിക്. ഓക്കെ, എപ്പിസൂട്ടിക് എന്നാണ് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ എന്താണ്? എപ്പിസൂട്ടിക് എന്നാണ് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത് നിനക്ക് പകരും. സൂണോസിസ് രോഗങ്ങളാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസൂട്ടിക് എന്നാണ് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ചത് എന്തൊക്കെ ടൈപ്പ് രോഗങ്ങളാണ്? ഒരുപാട് കാലങ്ങളായി നിലനിൽക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? പൂർണ്ണമായി തുടച്ചു നീക്കാനാവാത്തതിനെ നമ്മൾ എന്ത് പറയും? അതിനൊരു എൻഡില്ല. അത് എൻഡമിക് ആണ് അല്ലെ? എൻഡമിക്. എന്താണ് എപ്പിഡമിക്? എന്താണ് നമുക്ക് എത്രയും പെട്ടെന്ന് വേണ്ടത്? എപ്പിസോഡാണ്. അപ്പൊ വളരെ വേഗത്തിൽ വേണ്ടത്. അപ്പൊ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡമിക്, എൻഡമിക്. പിന്നെ ഏതാണ്? സൂണോസിസ് രോഗങ്ങൾ. സൂണോസിസ് എന്താണ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ് രോഗങ്ങൾ. എവിടെ പോകുമ്പോഴാണ് നോസ് പൊത്തിപ്പിടിക്കുക? ഓക്കെ, നോസ് കുത്തിപ്പിടിച്ച് നമ്മൾ കയറുന്നത് എന്തിനാണ്? അതായത് രോഗങ്ങൾ പകരാതിരിക്കാൻ. നോസോകോമിയൽ, ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് നോസോകോമിയൽ രോഗങ്ങൾ. പിന്നെ മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങളാണ് എപ്പിസൂട്ടിക് രോഗങ്ങൾ. പിന്നെ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും. ഓർമ്മ ഉണ്ടല്ലോ ഏതൊക്കെയാണ് പകരുന്ന രോഗങ്ങൾ? ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ ഇത് പഠിച്ചു, ഡെങ്കിപ്പനി. പിന്നെന്താണ്? ജലദോഷം നമുക്കറിയാം അല്ലെ? ജലദോഷം പകരുന്നതാണ്. COVID-19 പകരുന്നതാണ് നമുക്കറിയാം. പിന്നെ മഞ്ഞപ്പിത്തം അല്ലെ? മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ഇതൊക്കെ പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ് പകരാത്ത രോഗങ്ങൾ? ക്യാൻസർ പകരില്ല അല്ലെ? ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 നമ്മൾ പഠിച്ചു. ക്യാൻസർ ദിനം ഫെബ്രുവരി 4. അപ്പൊ ക്യാൻസർ എന്ത് ചെയ്യില്ല? ക്യാൻസർ പകരില്ല. പിന്നെ ഏതാണ്? പ്രമേഹം പകരില്ല. എന്നാണ് പ്രമേഹ ദിനം? നവംബർ 14 അല്ലെ? ചിൽഡ്രൻസ് ഡേ, ശിശു ദിനമാണ് നവംബർ 14. ശിശുക്കളെ വെച്ചിട്ട് നമുക്ക് മിഠായി കണക്ട് ചെയ്യാം, ഷുഗർ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നവംബർ 14 പ്രമേഹ ദിനം. പിന്നെ പക്ഷാഘാതം പകരുമോ? ഇല്ല, പക്ഷാഘാതം പകരില്ല. ഹൃദ്രോഗം പകരില്ല.
പകരില്ല, വൃക്കരോഗം പകരില്ല. ഇതൊക്കെ പകരാത്ത രോഗങ്ങളാണ്. പിന്നെ ഏതെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷാഘാതം, ഹൃദ്രോഗം, വൃക്കരോഗം, പിന്നെ അൽഷിമേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അൽഷിമേഴ്സും പകരാത്ത ഒരു രോഗമാണ്. ഇതെന്തിനാ? ഇനിയും ഒരുപാട് പകരാത്ത രോഗങ്ങളുണ്ട്, പകരുന്ന രോഗങ്ങളുണ്ട്. ഇതെന്തിനാണ് ഇതന്നെ നമ്മൾ എടുത്ത് പഠിച്ചത്? ഇത് USCRTയിൽ എക്സാക്ട് ആയിട്ട് കൊടുത്തിട്ടുള്ള ഭാഗമാണ്. അപ്പൊ PSCക്ക് ചോദിക്കാൻ ഏറ്റവും ഇഷ്ടം ഇതാണ്. PSC അതുപോലെ തന്നെ അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും. ഇതിൽ നിന്നാണ് ഓപ്ഷൻസ് ഉണ്ടാവുക, ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഇതേ ചോദ്യം തന്നെ വരും. അപ്പൊ ഇത് തന്നെ കൃത്യം പഠിച്ചിട്ട് പോവുക. ഓരോ പോയിന്റ്സും കൃത്യമായിട്ട് തന്നെ ഇത് തന്നെ പഠിച്ചിട്ട് പോവാ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് തുടങ്ങിയവ അറിയപ്പെടുന്നത് എന്താണ്? രോഗകാരികൾ. നമുക്കറിയാലോ, രോഗകാരികൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, ഫംഗസ്, റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ എന്നിവയെല്ലാം ഫംഗസുകളാണ്. ഫൺസുകളല്ല, ഫംഗസുകളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ എന്നിവയെല്ലാം എന്താണ്? ഫംഗസുകളാണ്. എന്തൊക്കെയാണ്? റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ. ഇത് അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഓപ്ഷൻസ് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കും കേട്ടോ. ഏതൊക്കെയാണ്? റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ എന്നിവയെല്ലാം ഫംഗസുകളാണ്. ഫംഗസുകൾക്ക് ഉദാഹരണമാണ് റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ. ഓക്കെ, ഈ 3 ഓപ്ഷൻ എന്തായാലും അതിലുണ്ടാവും. എക്സ്ട്രാ ഒരാളെ കൂടെ തരും, അതാവും അല്ലാത്തത്. താഴെ തന്നിരിക്കുന്നതിൽ ഫംഗസുകൾക്ക് ഉദാഹരണം അല്ലാത്തത് ഏതെന്ന് ചോദ്യം വരും. റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ, കൂൺ ഇതൊക്കെ ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. കൂൺ ഒരു ഫംഗസ് ആണ് കേട്ടോ. കൂൺ, റൊട്ടിപ്പൂപ്പൽ, കരിമ്പൻ ഇതൊക്കെ എന്താണ്? ഫംഗസുകളാണ്. ഇതൊക്കെ ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. ഇനി രോഗങ്ങളും കാരണമാകുന്ന ഫംഗസുകളും ഏതൊക്കെയാണ്? കാൻഡിഡിയാസിസ് എന്താണ്? കാൻഡിഡ ആൽബിക്കൻസ്. കാൻഡിഡ ആൽബിക്കൻസ് സിമ്പിൾ അല്ലേ? ഇതിൽ ഭൂരിഭാഗം നമുക്ക് ഈ സാധനത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഫംഗസുകളുടെ പേരും അവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇത് നോക്ക്, കാൻഡിഡ കിട്ടിയില്ലേ? കാൻഡിഡിയാസിസ്, കാൻഡിഡ. ഓക്കെ, കാൻഡിഡ. ഓക്കെ, കാൻഡിഡ ആൽബിക്കൻസ്. അതിൽ ഈ വാക്ക് ഓർത്തു വെച്ചാൽ മതി. കാൻഡിഡ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കാൻഡിഡ ആൽബിക്കൻസ് ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ്. ഓക്കെ, കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ്. എന്താണ്? കാൻഡിഡ ആൽബിക്കൻസ്. ഇവിടെ വെച്ച് കണക്ട് ചെയ്യാലോ. കാൻഡിഡ വെച്ചിട്ട് കണക്ട് ചെയ്യാം. കാൻഡിഡ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്. നോക്ക്, ക്രിപ്റ്റോകോക്കസ് സിമ്പിൾ അല്ലേ? അപ്പൊ ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസിന് കാരണമായത് ക്രിപ്റ്റോകോക്കസ് ആണ്. അവിടെ തന്നെ ഉണ്ട്. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ് ആണ് അവിടെ. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്, ക്രിപ്റ്റോകോക്കസ്. ഇവിടെ എന്താണ്? കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ്. ഓക്കെ, അടുത്തത് ഹിസ്റ്റോപ്ലാസ്മോസിസ്. നോക്ക്, ഹിസ്റ്റോപ്ലാസ്മ സിമ്പിൾ അല്ലേ? ഹിസ്റ്റോപ്ലാസ്മ ഈ രണ്ടെണ്ണം പഠിക്കണേ. ഹിസ്റ്റോപ്ലാസ്മ അതായത് ഈ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു വെക്കുക ചെയ്യണം. ബാക്കിയൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നുകൂടെ നോക്കാം എങ്ങനെ എടുക്കാന്ന്. കാൻഡിഡിയാസിസ്, കാൻഡിഡ അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാൻഡിഡ ആൽബിക്കൻസ്. പിന്നെ ഇവിടെ ക്രിപ്റ്റോകോക്കൽ. ഓക്കെ, ഇവിടെ ക്രിപ്റ്റോകോക്കൽ എന്നുള്ളത് അവിടെ എന്തായി? ക്രിപ്റ്റോകോക്കസ് ആയി മാറി. ക്രിപ്റ്റോകോക്കൽ എന്തായി? ക്രിപ്റ്റോകോക്കസ് ആയി. ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഹിസ്റ്റോപ്ലാസ്മയായി. ഹിസ്റ്റോപ്ലാസ്മ ഒക്കെ കാരണമായ ഫംഗസ് ആണ് ഹിസ്റ്റോപ്ലാസ്മ. ഇനി അത്ലറ്റ് ഫുഡ് എന്താണ്? എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം. ഓക്കെ, അപ്പൊ അത്ലറ്റ് ഫുഡ്. ഈ അത്ലറ്റ് എന്നുള്ള പേര് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഇവിടെ വെച്ച് നമുക്കൊരു ഫൈറ്ററിനെ കണക്ട് ചെയ്യാം. ഫൈറ്റർ. ഓക്കെ, അപ്പൊ അത്ലറ്റ് രണ്ടും തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അത്ലറ്റ് എന്ന് പറയുന്നത് എന്താ? അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ അത്ലറ്റ്. ഓക്കെ, വിജയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളല്ലേ അത്ലറ്റ്. അപ്പൊ അത്ലറ്റ് ഫുഡ് അങ്ങനെ വെച്ച് കണക്ട് ചെയ്യണേ. അത്ലറ്റ് കണ്ട എന്തോ ഓർമ്മ വരണം? ഒരു ഫൈറ്റർ. ഓക്കെ, ഒരു ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് ഓർമ്മ വരണം. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ. പിന്നെ റിംഗ്വേം, മൈക്രോസ്പോറം. റിംഗ്വേം, മൈക്രോസ്പോറം. റിംഗ്വേം എന്താണ്? മൈക്രോസ്പോറം. റിംഗ്വേമിന് കാരണമായത് മൈക്രോസ്പോറം. അത് മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവോ. റിംഗ്വേം, മൈക്രോസ്പോറം. ബാക്കിയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ബാക്കി ആദ്യത്തേതാണ് കാൻഡിഡിയാസിസ്, കാൻഡിഡ. ക്രിപ്റ്റോകോക്കസ്. പിന്നെ ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഹിസ്റ്റോപ്ലാസ്മ. പിന്നെ അത്ലറ്റ് ഫുഡ്. ഇവിടെ എന്ത് വെച്ച്? ഫൈറ്റ് വെച്ച് കണക്ട് ചെയ്യണം. ഈ ഫൈറ്റ് എന്നുള്ള സാധനം കാണുന്നത് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ അത്ലറ്റ് കണ്ട ഒരു ഫൈറ്റ് അവിടെ കാണുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പൊ എപ്പിഡെർമോഫൈറ്റൻ ഫ്ലോക്കോസം. പിന്നെ റിംഗ്വേം ആണ് എന്ത്? മൈക്രോസ്പോറം. ഓക്കെ, മൈക്രോസ്പോറം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആയല്ലോ? ഓക്കെ,
അപ്പൊ ഇത്രയും ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം പെർഫെക്റ്റ് അല്ലേ? പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും നമ്മൾ പഠിച്ചു. ഫംഗസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? കൂണ് ഫംഗസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? കൂണ് കരിമ്പന ഫംഗസ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഏത് കിട്ടി? ഫംഗസുകൾ ഏതാണ് കിട്ടി. പക്ഷെ ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ ഫംഗസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ ഫംഗസുകളാണ് കാരണമായെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഉത്തരം നമ്മൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് തന്നെ നോക്കി പഠിച്ചാൽ മതി. സിമ്പിൾ ആണ്. പിന്നെ ലാസ്റ്റ് തന്നിട്ടുള്ള 2 എണ്ണമാണ് ഞാനൊന്ന് എക്സ്ട്രാ പഠിക്കാൻ പറഞ്ഞത്. അതിൽ തന്നെ അത്ലറ്റ് ഫുഡ് നമ്മൾ എന്ത് വെച്ച് ഫൈറ്റാണ് വെച്ച് കണക്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. പിന്നെ റിംഗ് വേം ആണുള്ളത്. അപ്പോൾ ഓരോന്നും കണക്ട് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുക. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും അറിഞ്ഞ് തന്നെ പഠിക്കുക. ഓക്കെ, മനസ്സിലാക്കിയാൽ മതി, കാണാതെ പഠിക്കല്ല, മനസ്സിലാക്കിയ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. താഴെ തന്നിരിക്കുന്നതിൽ പകരുന്ന രോഗം ഏത്, പകരാത്ത രോഗം ഏത്, ഇങ്ങനെ ചോദ്യം വരും. അപ്പൊ ചോദ്യങ്ങളെ ശ്രദ്ധിക്കുക. ഓക്കെ, നന്നായി തന്നെ ആൻസർ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ ചോദ്യം വരും. PSCക്ക് എപ്പോഴും ചോദിക്കാൻ ഇഷ്ടമുള്ള ഭാഗമാണ് USCRT. അപ്പൊ നന്നായി തന്നെ പഠിച്ചു പോവാ. രോഗാണുവാഹകർ, വ്യാധികൾ പടരാതിരിക്കുക എന്നുള്ള 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആരാണ് ഈ രോഗാണുവാഹകർ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആരാണ് രോഗാണുവാഹകർ? അതായത് ഈച്ച, കൊതുക്, ഇതിനൊക്കെ നമുക്കറിയാം. ഈ സംഭവങ്ങളൊക്കെ എന്താ? ഇതൊക്കെ ആവശ്യമില്ലാത്ത വള്ളി പോയി പിടിച്ചിട്ട് വരികയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളായിട്ട് ഒന്നിനെയും എത്തിക്കുന്നില്ല. ഇവരെന്താ കൊണ്ടുവന്ന് തരികയാണ്. ഇവരാണ് ഇതിൻ്റെയൊക്കെ ഒരു ഡീലർ. നമ്മുടെ ശരീരത്തിലേക്ക് രോഗം എത്തിച്ചു തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവർ ആവശ്യമില്ലാത്ത ഓരോ വേസ്റ്റിലും ചളിയിലൊക്കെ പോയി കടന്ന് ഇവരെന്ത് ചെയ്യും? ഇവരതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ കയറി അങ്ങോട്ട് ഇരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കയറി ഇതങ്ങോട്ട് ഇരിക്കും. അത് നമ്മൾ എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വരും? അതിൽ നിന്ന് രോഗങ്ങൾ വരും. അപ്പൊ അങ്ങനെയാണ്, അതായത് സൂക്ഷ്മജീവികളെ അല്ലെ, സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ആരൊക്കെയാണ്? നമുക്ക് മെയിൻ ആൾ നോക്ക്, ഈച്ച. ഇവരുടെയൊക്കെ നേതാവ് ഇയാളാണ്, ഈച്ച. ഇയാളാണ് മെയിൻ വള്ളി പിടിക്കുന്ന മനുഷ്യനാണ്. അതായത് മനുഷ്യനല്ല, സോറി, ഈയാണ്. അതായത് ഈ ഈച്ച എന്ത് ചെയ്യാണ്? ഈച്ച ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയിരിക്കും. സ്ഥലത്തൊക്കെ പോയിരുന്നിട്ട് അവിടുത്തെ ആവശ്യമില്ലാത്ത ഓരോ അതായത് സൂക്ഷ്മജീവികൾ, അതായത് ബാക്ടീരിയ, ഓരോ ഫംഗസ്, ഓരോന്നും എന്ത് ചെയ്യും? കൊണ്ടുവന്ന് നമുക്ക് അങ്ങോട്ട് എത്തിച്ചു തരും. ഇതെല്ലാം സമ്മാനം കൊടുക്കുന്നത് പോലെ നമുക്കത് കൊണ്ടുവന്ന് തരും. നമ്മളത് എടുക്കുന്നു, നമുക്ക് രോഗം വരുന്നു. അതാണ് സംഭവം. അതാണ് രോഗാണുവാഹകർ. ഇവർ സൂക്ഷ്മജീവികളെ നമ്മളിലേക്ക് എത്തിച്ചു തരികയാണ്. അങ്ങനെയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്. ആരൊക്കെയാണ് രോഗാണുവാഹകർ? ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയവയാണ് രോഗാണുവാഹകർ. ഇതിൽ ഈ 2 ആൾക്കാർ, കൊതുക്, ഈച്ച, ഇത് രണ്ടും നമ്മളെ തേടി പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ അല്ലേ? പിന്നെ ഇയാളെ നമ്മൾ പോയി അങ്ങോട്ട് പോയി വള്ളി പിടിക്കുകയാണ്. അതായത് നമ്മൾ ഓരോന്ന് ഇപ്പോൾ വവ്വാല് കടിച്ചിട്ട ഓരോ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ, അതായത് വവ്വാലിന്റെ സ്പർശനം കിട്ടിയ ഓരോ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ, അതായത് വവ്വാല് പോയി സ്പർശിച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ ആപ്പിൾ, അങ്ങനത്തെ വലിയ ഓരോ സാധനങ്ങളാവും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ഈ വള്ളി എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോയി പിടിക്കുന്നതാണ്. ഇതൊക്കെ ഇങ്ങോട്ട് വന്ന് വള്ളി വരുന്നതാണ്. നമ്മൾ വിളമ്പി വെച്ചിട്ടുള്ള ചോറിലേക്ക് ആൾ വന്നിരിക്കുക. ആര്? ഈച്ച. പിന്നെ കൊതുക് നമ്മളെ വന്ന് കടിച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇതിനെ കണക്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് രോഗാണുവാഹകർ എന്ന് കിട്ടിയല്ലോ? ആവശ്യമില്ലാത്ത വള്ളി നമുക്ക് കൊടുന്നു തരിക. ഓക്കെ, ആ വള്ളി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സംഭവം മനസ്സിലായല്ലോ? നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമുക്ക് രോഗാണുവാഹകരും പെരുകുന്ന സാഹചര്യങ്ങളും നോക്കണം. ഓക്കെ, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം വരാനുള്ളതാണ്. ആദ്യം നമുക്ക് കൊതുകിനെ കുറിച്ച് നോക്കാം. ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. നമുക്കറിയാലോ. ഇതിലൊക്കെ എന്ത് ചെയ്യും? അതായത് ലേസിന്റെ പാക്കറ്റൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കളയാണ്. ഇത് മഴ പെയ്യുമ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇതിൽ വെള്ളം വരും. ഈ വെള്ളത്തിൽ ആര് വന്ന് മുട്ടടും? കൊതുക് വന്ന് മുട്ടടും. പിന്നെ അത് പെരുകും അല്ലേ? അങ്ങനെയാണ് ഇത് പെരുകുന്നത്. അതായത് പെരുകുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ എവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, ചിരട്ടകൾ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ അതിൽ വെള്ളം കയറി കിടക്കുന്നുണ്ടെങ്കിൽ അതിലും കൊതുകിന് എന്താണ് കറക്റ്റ് ആയിട്ട് മുട്ട വന്നിടാനുള്ള സാഹചര്യം ഉണ്ട് അവിടെ. കാരണം ആ ചിരട്ട പിന്നെ ആരും വന്ന് എടുക്കില്ല. അത് ഇളകി പോകുന്ന അതായത് ബക്കറ്റിലൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ബക്കറ്റിൽ ഇടക്കിടക്ക് നമ്മൾ ഒഴിച്ച് കളയും. ഓക്കെ, നമ്മുടെ തിരുമ്പുന്ന അലക്കുന്ന കല്ലിന്റെ അടുത്തൊക്കെ വെച്ചിട്ടുള്ള ബക്കറ്റ് ആണെങ്കിൽ ഈ ബക്കറ്റിലെ വെള്ളം നമ്മൾ ഇടക്കിടക്ക് കളയും. ഇതിൽ വന്ന് കൊതുക് മുട്ടടില്ല. അതായത് ഒരുപാട് സമയം ഒരു സ്ഥലത്ത് വെള്ളം കിടക്കുന്നത് കൊതുക് കാണുകയാണെങ്കിൽ കൊതുകിന് മനസ്സിലാവും ഇത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ മുട്ടട്ട് നോക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അവിടെ പെരുകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക. ഇനി കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിൽ അതിൽ ഗപ്പികളൊക്കെ വളർത്താൻ ശ്രമിക്കുക അല്ലേ? ഈ കൊതുകിനെ അതായത് കൊതുക് പെരുകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ ഏറ്റവും നല്ലത് എന്താണ്? ഗപ്പിയാണ്. അതായത് അവർ മുട്ടയിടുന്ന സ്ഥലത്ത് ഇത് മുട്ടട്ട് വെച്ചാൽ ഗപ്പി പോയിട്ട് അത് കഴിച്ചോളും. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇത് ഞാൻ പറഞ്ഞത് ഓരോ ചിരട്ടകളിലും പോയിട്ട് ഗപ്പിനെ ഇട്ട് വെക്കുക എന്നല്ല, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഗപ്പിനിടുക. അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ചില പാടത്തൊക്കെ വെള്ളങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ സ്ഥലത്ത് ഗപ്പിനെ ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ
മനസ്സിലാക്കി പഠിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് എന്ത് കൊതുക് പെരുകാനുള്ള ഏറ്റവും സാഹചര്യം കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. സംഭവം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഈച്ച നനഞ്ഞതും ചീഞ്ഞഴുകുന്നതുമായ ജൈവ പാഴ്വസ്തുക്കളിൽ ഈച്ചകൾ പ്രജനന കേന്ദ്രം കണ്ടെത്തുന്നു. ചൂട് കാലാവസ്ഥയിൽ ഇവയുടെ പ്രത്യുൽപാദനം കൂടുന്നു. അപ്പൊ ഈച്ചയുടെ ഈ പ്രത്യുൽപാദനം ഇതൊന്ന് പഠിച്ചു വെച്ചോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെയും വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് ചൂട് കാലാവസ്ഥയിലാണ് ഇവയുടെ പ്രത്യുൽപാദനം. അതായത് ഈച്ചയുടെ പ്രത്യുൽപാദനം കൂടുന്നത് എവിടെയാണ്? ചൂട് സാഹചര്യത്തിലാണ്, അതായത് ചൂട് കാലാവസ്ഥയിലാണ്. നനഞ്ഞതും ചീഞ്ഞഴുകുന്നതുമായ ജൈവ പാഴ്വസ്തുക്കളിൽ ഈച്ചകൾ പ്രജനന കേന്ദ്രം കണ്ടെത്തുന്നു. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ കൊതുകിനെ നമുക്കറിയും, അതുപോലെ തന്നെ ഈച്ചയുടെ ഇത് പഠിച്ചു വെക്കണം. ചൂട് കാലാവസ്ഥയിൽ ഇവയുടെ പ്രത്യുൽപാദനം കൂടുന്നു. ആരുടെയാണ്? ഈച്ചയുടെയാണ് കേട്ടോ. അടുത്ത നമുക്ക് എലി. വളർത്തുമൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, പാകമായിട്ടും വിളവെടുക്കാത്ത സസ്യങ്ങളുടെ ഫലങ്ങളിൽ നിന്നുള്ള ഗന്ധം തുടങ്ങിയവ എലികളെ ആകർഷിക്കുന്നു. ഇതൊക്കെയാണ് എലികൾ പെരുകാനുള്ള സാഹചര്യം. അടുത്തത് രോഗവും പരത്തുന്ന കൊതുകിനോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ PSC റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, പഠിച്ചു വെച്ചിട്ട് പോയിക്കോ. നമുക്ക് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, മന്ത് ക്യൂലെക്സ് പെൺകൊതുകാണ് കേട്ടോ മന്ത് പരത്തുന്നത്. മന്ത് രോഗം പരത്തുന്നത് ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകാണ്. ആരാണ് മന്ത് രോഗം പരത്തുന്നത്? ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് രോഗം ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് ക്യൂലെക്സ് പെൺകൊതുക്. ഇനി മലേറിയ ആരാണ്? അനോഫിലസ് പെൺകൊതുകാണ്. അനോഫിലസ് പെൺകൊതുകാണ് ഏത് പരത്തുന്നത്? മലേറിയ പരത്തുന്നത്. അപ്പൊ മന്താണെങ്കിൽ ക്യൂലെക്സ് പെൺകൊതുക്. ഇനി അനോഫിലസ് പെൺകൊതുക് എന്താണ് പരത്തുന്നത്? മലേറിയ. അപ്പൊ മന്ത് ക്യൂലെക്സ് പെൺകൊതുക്, മലേറിയ, അനോഫിലസ് പെൺകൊതുക്. അടുത്തത് ഡെങ്കിപ്പനി, ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി എന്താണ്? ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന കൊതുകാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പഠിച്ചു? മന്ത് പരത്തുന്നത് ആരാണ്? മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുക്. മന്ത് എന്ന് കണ്ട ക്യൂ എന്ന് ആലോചിക്കുക. ഓക്കെ, മന്ത് ക്യൂ വെച്ചിട്ട് ആലോചിക്കട്ടോ. മന്ത് അതായത് മന്ത് പറഞ്ഞ എന്താ? മന്ത് നമുക്ക് മാസം വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ. മറ്റേ മന്തിനെ കണക്ട് ചെയ്യണ്ട. ഈ മന്ത് ഇപ്പൊ മന്ത് മാസം വെച്ച് കണക്ട് ചെയ്യാം. മാസാവസാനം നമുക്ക് എന്ത് കിട്ടണം? ശമ്പളം കിട്ടണം. ഈ ശമ്പളം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂ നിൽക്കുകയാണെന്ന് ആലോചിച്ചാൽ മതി. മാസാവസാനം അതായത് നമുക്കുള്ള ശമ്പളം, നമുക്കുള്ള കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ ക്യൂ വെച്ചിട്ട് ആലോചിച്ചോ. മന്ത് എന്ന് കണ്ട മാസം എന്ന് നിങ്ങൾക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ ക്യൂ നിങ്ങൾക്ക് കണക്ട് ആവും. അപ്പൊ ക്യൂലെക്സ് പെൺകൊതുക് കാണുന്ന കണക്ട് ആവും. കാരണം ഓപ്ഷനിൽ ആ ക്യൂ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓപ്ഷനിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഈ ക്യൂ അവിടെ ഉണ്ടാവും, ഇവിടെ മന്ത് ഉണ്ടാവും. മന്ത് പറഞ്ഞാൽ മാസം, അത് വെച്ച് കണക്ട് ചെയ്യുക. മന്ത് രോഗത്തിനെ കണക്ട് ചെയ്യുന്നതിന് പകരം മാസത്തിനെ കണക്ട് ചെയ്യുക. അപ്പൊ മന്ത് ക്യൂലെക്സ് പെൺകൊതുക്. മലേറിയ അനോഫിലസ് പെൺകൊതുക്. അനോഫിലസ് പെൺകൊതുക്. മലേറിയ അനോഫിലസ് പെൺകൊതുക്. മലേറിയ അനോഫിലസ് പെൺകൊതുക്. മലേറിയ അനോഫിലസ് പെൺകൊതുക്. ഡെങ്കിപ്പനിയാണ് ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി. ഈ ഡെങ്കിപ്പനി എന്താണ് അറിയപ്പെടുന്നത്? ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് അല്ലെ? ബ്രേക്ക് ബോൺ ഫീവർ. ബ്രേക്ക് ബോൺ ഫീവർ ഏതാണ്? ഡെങ്കിപ്പനിയാണ് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ഓക്കെ, ഡെങ്കിപ്പനിയാണ്. അപ്പൊ മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തി. എപ്പോഴാണ് ക്യൂ നിൽക്കുക? മാസം, മന്ത്. മാസാവസാനം ക്യൂ നിന്നിട്ട് ശമ്പളം വാങ്ങുക. അപ്പൊ മാസം, മന്ത് പരത്തുന്നത് ആരാണ്? മന്ത് ക്യൂ അല്ലെ? ക്യൂ എന്താണ്? ക്യൂ ക്യൂലെക്സ്. ക്യൂ കിട്ടിയാൽ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ക്യൂലെക്സ് പെൺകൊതുക്. ക്യൂലെക്സ് പെൺകൊതുക്, അനോഫിലസ് പെൺകൊതുക്, പിന്നെ ഏതാണ്? ഈഡിസ് ഈജിപ്തി. അതിൽ ക്യൂലെക്സ് പെൺകൊതുക് ഏതാണ് പരത്തുന്നത്? മന്ത്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. പിന്നെ ഏതാണ്? ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തി ഡെങ്കിപ്പനിയാണ് പരത്തുന്നത്. അപ്പൊ ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുക്. കിട്ടിയല്ലോ, പഠിച്ചല്ലോ. ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. മന്ത് പരത്തുന്നത് ആരാണ്? മന്ത് പറഞ്ഞ മാസം ഇല്ലേ? ക്യൂ നിൽക്കുക. അപ്പൊ ക്യൂലെക്സ് പെൺകൊതുക്. പിന്നെ അനോഫിലസ് പെൺകൊതുക് ഏതാണ് പരത്തുന്നത്? മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. ഉറപ്പിച്ചോ, ഇതിൽ നിന്ന് ചോദ്യം വരും. ഇതുപോലെ തന്നെ ചോദ്യം വരും. ഇതേ ഉദാഹരണം തന്ന് ചോദ്യം വരും. ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. അപ്പൊ മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. പിന്നെ ഡെങ്കിപ്പനി പരത്തുന്നതാണ് ഈഡിസ് ഈജിപ്തി. കിട്ടിയല്ലോ. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുക്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. പിന്നെ ഈഡിസ് ഈജിപ്തി പരത്തുന്നത് ഏതാണ്? ഡെങ്കിപ്പനിയാണ്. അപ്പൊ അത് പഠിച്ചു അല്ലെ? പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ്. അടുത്ത നോക്കാം. ഇനി കൊതുക് പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങൾ. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക അല്ലേ? മെയിൻ ആയിട്ടുള്ള കാര്യം വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അതായത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലാണ് ഇത് വന്നിട്ട് മുട്ടയിടുക. അപ്പൊ ഇത് ഒഴിവാക്കുക.
പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ. ഓക്കെ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ. ഓക്കെ, പുല്ലും പാഴ്ചെടികളൊക്കെ നീക്കുക. പിന്നെ എന്താണ്? ഓടകൾ ശുചീകരിക്കൽ. ഓടകൾ ശുചീകരിക്കൽ. ഓടകൾ ശുചീകരിക്കൽ അല്ലെങ്കിൽ ഈ ഓടയിലുള്ള വെള്ളത്തിൽ എന്ത് പോയി ചെയ്യുക? ഗപ്പികളെ കൊണ്ടുപോയിടുക. ഓക്കെ, കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവുള്ളതാട്ടോ. അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ബാക്കി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല എന്താ സംഭവം. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കി എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇത് സാമാന്യം മനസ്സിലാവാനുള്ള കാര്യം. അതാട്ടോ റിപ്പീറ്റ് ചെയ്യാത്തത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആരും വന്ന് മുട്ടടും? നമ്മുടെ കൊതുക് വന്ന് മുട്ടടും. പിന്നെ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കം ചെയ്യൽ. അതായത് നീക്കുക, അതായത് ഇവരവിടെ ഒളിഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നീക്കം ചെയ്യുക. മനസ്സിലാക്കി വെക്കുക. പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ. ഓടകൾ ശുചീകരിക്കൽ. ഓടകൾ ശുചീകരിക്കൽ. കൊതുകുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാം? സന്ധ്യാസമയത്ത് ജനലും വാതിലും അടച്ചിടുക. അതായത് ഈ ജനലിന്റെയും വാതിലിന്റെയും ഉള്ളിൽ കൂടെയാണ് എന്ത് ഉള്ളിൽ കയറുക? കൊതുകുള്ളിൽ കയറുക. അപ്പൊ അത് അടച്ചിടുക. പിന്നെന്താണ്? ശരിയായ വസ്ത്രം ധരിക്കുക. ഓക്കെ, ശരിയായ വസ്ത്രം ധരിക്കുക. ഓക്കെ, അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ധരിച്ചാൽ മതി. അതായത് വസ്ത്രം ധരിക്കാതിരിക്കാന്നല്ല, നമ്മൾ ചിലപ്പോൾ ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുക. അപ്പൊ പറയാ ഓക്കെ, ശരിയായ വസ്ത്രം ധരിച്ചാൽ എന്ത് ചെയ്യും? അവിടെ കടി കിട്ടാതിരിക്കും. ഓക്കെ, അങ്ങനെ ധരിക്കേണ്ടവർക്ക് ധരിക്കാം. ഓപ്ഷനൽ, എല്ലാതും ഓപ്ഷനിൽ തന്നെയാണ്. കൊതുക് വല ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? ട്രൗസർ ഇട്ടിട്ട് കൊതുക് വലയുടെ ഉള്ളിൽ ഇരുന്നാലും കൊതുക് കടിക്കൂലല്ലോ. അപ്പൊ അതാ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. കൊതുക് വല ഉപയോഗിക്കുക. കൊതുക് വല, അതായത് കടക്കുന്ന ഈ കട്ടിലാണെങ്കിൽ കൊതുക് വല ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ കൊതുക് വല ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ കൊതുകുകൾക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ താമസ സ്ഥലത്തും പരിസരത്തും കൊതുകുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള മാർഗം തേടുക. അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഓക്കെ, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, പുല്ലുകളൊക്കെ വെട്ടിക്കളയുക, അങ്ങനത്തെ ഓരോന്ന്. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. സന്ധ്യാസമയത്ത് ജനലും വാതിലും അടച്ചിടുക. എന്തിനാണ്? കൊതുക് ഉള്ളിൽ കയറാതിരിക്കാൻ. ഇനി ശരിയായ വസ്ത്രം ധരിക്കുക. ശരിയായെന്ന് പറഞ്ഞാൽ ഫുള്ളൊക്കെ ഇടുകയാണെങ്കിൽ, അതായത് ഫുൾ സ്ലീവ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ ഒന്നും കടി കിട്ടില്ല. അപ്പൊ അത് അങ്ങനെ മറക്കാനും നമ്മളെ കൊണ്ട് പറ്റും. പിന്നെന്താണ്? കൊതുക് വല ഉപയോഗിക്കുക. ഓക്കെ, പിന്നെന്താണ്? താമസ സ്ഥലത്തും പരിസരത്തും കൊതുകുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള മാർഗം തേടുക. ഓക്കെ, അടുത്തത് ഷഡ്പദങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ. പ്ലേഗ് ഏതിൽ നിന്നാണ്? പ്ലേഗ് എലിച്ചെള്ളിൽ നിന്ന് പകരുന്നതാണ് കേട്ടോ. പ്ലേഗ് എലിച്ചെള്ള്. പിന്നെ ടൈഫസ് പേൻ ചെള്ള്. കാലാസാർ സാൻഡ് ഫ്ലൈയിൽ നിന്നാണ് പകരുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെച്ചാലോ. പ്ലേഗ് എവിടെ നിന്നാണ്? പ്ലേഗ് എലിച്ചെള്ള്. ടൈഫസ് പേൻ ചെള്ള്. പ്ലേഗ് എലിച്ചെള്ള്, ടൈഫസ് പേൻ ചെള്ള്. പിന്നെ ഏതാ? കാലാസാർ സാൻഡ് ഫ്ലൈ. മനുഷ്യരിലേക്ക് സ്പർശനം മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത് ഒറ്റയ്ക്ക് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വരും. ഓക്കെ, മനുഷ്യരിലേക്ക് സ്പർശനം മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. ഓക്കെ, ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. അപ്പൊ പ്ലേഗ്, എലിച്ചെള്ള്, ടൈഫസ്, പേന് ചെള്ള്, പിന്നെ കാലാസാർ സാൻഡ് ഫ്ലൈ പഠിച്ചിട്ട് പോയാലോ. പ്ലേഗ് ഏതാണ്? എലിച്ചെള്ള്. എന്താണ്? ഷഡ്പദങ്ങളിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ്. പ്ലേഗ് എന്തിൽ നിന്നാണ് പകരുന്നത്? എലിച്ചെള്ള്. ടൈഫസ് പേൻ ചെള്ള്. പിന്നെ ഏത് പഠിച്ചു? കാലാസാർ സാൻഡ് ഫ്ലൈ. അപ്പൊ പ്ലേഗ്, എലിച്ചെള്ള്. പ്ലേഗ് എന്തിൽ നിന്നാണ്? എലിച്ചെള്ള്. ടൈഫസ് പേൻ ചെള്ള്. പിന്നെ കാലാസാർ ഏതിൽ നിന്നാണ്? സാൻഡ് ഫ്ലൈ. ഓക്കെ, സാൻഡ് ഫ്ലൈ. അപ്പൊ ഒന്നും കൂടെ പറയാ. പ്ലേഗ്, എലിച്ചെള്ള്. പിന്നെ ഏത് പഠിച്ചു? ടൈഫസ് പേൻ ചെള്ള്. പിന്നെ ഏത് പഠിച്ചു? കാലാസാർ സാൻഡ് ഫ്ലൈ. അപ്പൊ പ്ലേഗ്, എലിച്ചെള്ള്, ടൈഫസ് പേൻ ചെള്ള്, പിന്നെ കാലാസാർ സാൻഡ് ഫ്ലൈ. കിട്ടിയല്ലോ. പെർഫെക്റ്റ് അല്ലേ? അപ്പൊ പ്ലേഗ്, എലിച്ചെള്ള്, ടൈഫസ് ഏതാണ്? പേൻ ചെള്ള്, പിന്നെ കാലാസാർ സാൻഡ് ഫ്ലൈ. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും പഠിച്ചു വെക്കണം. മനുഷ്യരിലേക്ക് സ്പർശനം മുഖേന പകരുന്ന ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. അടുത്തത് നോക്കാം. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി. അപ്പൊ അതായത് പക്ഷിപ്പനി എന്താണ്? ഒരു വൈറസ് രോഗമാണ്. പക്ഷിപ്പനി ഒരു വൈറസ് രോഗമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രധാനപ്പെട്ട ഒരുപാട് പനികൾ ഏതാണ്? വൈറസ് രോഗങ്ങളാണ്. ഒരുപാട് പനികൾ, അതായത് പ്രധാനപ്പെട്ട ഒരു പനി മാത്രം നമ്മൾ ബാക്ടീരിയ രോഗമായിട്ട് പഠിച്ചു വെക്കുക. ഏതാണ്? എലിപ്പനിയാണ്. എലിപ്പനി എന്താണ് അറിയപ്പെടുന്നത്? കർഷകരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ് അല്ലേ? പ്ലേഗ് എന്നല്ല, കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി. പന്നിപ്പനി ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വൈറസ് രോഗമാണ്. പക്ഷിപ്പനി, പന്നിപ്പനി ഇതൊക്കെ വൈറസ് രോഗമാണ്. ഓക്കെ, നിപ്പ വൈറസ് രോഗമാണ്. ഇതൊക്കെ
അതിൽ തന്നെ ഉണ്ട് നിപ്പ വൈറസ്, പോളിയോ വൈറസ്, ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് പക്ഷിപ്പനി. ഓക്കെ, പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ്. അവിടെ പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പക്ഷിപ്പനിയാണെന്ന് നമുക്ക് അറിയും, എന്നാൽ അതൊരു വൈറസ് രോഗമാണ്. അതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ പകരുന്ന രോഗങ്ങൾ, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ജലദോഷം, മുണ്ടിനീര്. ഇതൊക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഒന്ന് ഏതാണ്? ക്ഷയം. ക്ഷയം വായുവിലൂടെ പകരുന്നതാണ്. ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ജലദോഷം, മുണ്ടിനീര്. ഓക്കെ, ഏതൊക്കെയാണ്? ക്ഷയം, വസൂരി, പിന്നെ ഏതാണ്? ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ജലദോഷം, മുണ്ടിനീര്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. ജലദോഷമുള്ള ആളുടെ അടുത്ത് നിന്ന് വായുവിലൂടെ പകരും. അതുകൊണ്ടാണ് നമ്മൾ അടുത്തേക്ക് പോകരുത്. ജലദോഷമുള്ള ആളുടെ അടുത്തേക്ക് നമ്മൾ പോകും. അതായത് അവർ തുമ്മിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അത് വായുവിലൂടെ നമുക്ക് പകരുകയാണ്. അപ്പൊ അത് നമുക്ക് അറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് ഉള്ള ആളുടെ അടുത്തേക്ക് നമ്മൾ പോവില്ല. ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, മുണ്ടിനീര്. ഓക്കെ, മുണ്ടിനീരൊക്കെ പകരുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ്? ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, പിന്നെ ഏതാണ്? മുണ്ടിനീര്, പിന്നെ ഏതാ പഠിച്ച്? ജലദോഷം. ഇതിൽ പകുതി നമുക്ക് മനസ്സിലാവുന്നതാണ്. ജലദോഷം നമുക്ക് അറിയുന്നതാണ്, മുണ്ടിനീര് നമുക്ക് അറിയുന്നതാണ്, അതുപോലെ തന്നെ ചിക്കൻ ബോക്സും നമുക്ക് അറിയുന്നതാണ്. പിന്നെ ഏത് പഠിക്കണം? ക്ഷയം, വസൂരി, അഞ്ചാം പനി. അത് പഠിച്ചാൽ പോരെ? ക്ഷയം, വസൂരി, അഞ്ചാം പനി. ക്ഷയം, വസൂരി, അഞ്ചാം പനി, പിന്നെ ഏതാണ്? ജലദോഷം, മുണ്ടിനീര്, ചിക്കൻ ബോക്സ്. അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ക്ഷയം, വസൂരി, അഞ്ചാം പനി പഠിച്ചു വെക്കുക. ക്ഷയം, വസൂരി, അഞ്ചാം പനി. ക്ഷയം, വസൂരി, അഞ്ചാം പനി എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ക്ഷയം, വസൂരി, അഞ്ചാം പനി. ക്ഷയം, വസൂരി, അഞ്ചാം പനി. ഒരു വട്ടം കൂടെ. ക്ഷയം, വസൂരി, അഞ്ചാം പനി, ജലദോഷം, പിന്നെ ഏതാണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, പിന്നെ മുണ്ടിനീര്. അല്ലേ? ഓക്കെ, അപ്പൊ ക്ഷയം, വസൂരി, അഞ്ചാം പനി, ചിക്കൻ ബോക്സ്, ജലദോഷം, മുണ്ടിനീര്. 6 പഠിച്ചല്ലോ. ഇതൊക്കെ എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? ക്ഷയം, വസൂരി, അഞ്ചാം പനി. ക്ഷയം, വസൂരി, അഞ്ചാം പനി. പിന്നെ ജലദോഷം നമുക്കറിയാം, ചിക്കൻ ബോക്സ് നമുക്കറിയാം, മുണ്ടിനീരും നമുക്കറിയാം. ഇതൊക്കെ വായുവിലൂടെ പകരുന്നതാണ്. ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പോളിയോമൈലറ്റിസ്, പിന്നെ ഏതാണ്? വയറുകടി. ഓക്കെ, ഇതൊക്കെയാണ് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾ. ഇത് നോക്ക്, വയറുകടി, ഭക്ഷണം വയറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ വയറുകടി നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എലിപ്പനി, അതും കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. എലിപ്പനി നമുക്കറിയാം, ജലത്തിലൂടെ, അത് ഈ ജലത്തില് എലിയുടെ മൂത്രം, അങ്ങനെ ആലോചിച്ചാൽ മതി എലിപ്പനി കണക്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ കോളറ, പോളിയോമൈലറ്റിസ്. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കാം. ഒന്ന് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പിന്നെ പോളിയോമൈലറ്റിസ്, വയറുകടി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങൾ? ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊന്നും കൂടെ പറയാം. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, പോളിയോമൈലറ്റിസ്, വയറുകടി. ഇതൊക്കെയാണ് ജലവും ഭക്ഷണവും വഴി പകരുന്നത്. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. ഏതൊക്കെയാണ്? വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം എന്താണ്? മണ്ണിലൂടെ പകരുന്നതാണ്. വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. വിരശല്യം, ടെറ്റനസ്, ബോട്ടുലിസം. ഇതൊക്കെ എന്താണ്? മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ക്ലിയർ അല്ലേ? ഇത്രയും പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആയല്ലോ. പെർഫെക്റ്റ് ആയി നമുക്ക് പഠിക്കാൻ പറ്റി. പ്രധാനമായിട്ടും ഞാൻ ഒന്ന് പറഞ്ഞു, ഈ പാഠത്തിൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനി ആരാവുന്ന ഞാൻ പറഞ്ഞു? മന്ത് പരത്തുന്ന കൊതുക് ഏതാണ്? ക്യൂ. മന്ത് അല്ലെ? മന്ത് പറയുമ്പോൾ മാസം. അപ്പൊ അവസാനം ക്യൂ നിന്ന് ശമ്പളം വാങ്ങുക. അപ്പൊ ക്യൂലെക്സ് പെൺകൊതുക്. ക്യൂലെക്സ് പെൺകൊതുക്. അപ്പൊ മന്ത് പരത്തുന്നത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. കണക്ട് ചെയ്ത് ഒരു വട്ടം കൂടെ പഠിച്ചോ. പകരുന്ന രോഗം, അതായത് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്യൂ. അതായത് നമ്മൾ മന്ത് എന്നുള്ളത് എങ്ങനെ കണക്ട് ചെയ്യാം? മന്ത് രോഗം കണക്ട് ചെയ്യാതെ മന്ത് എന്നുള്ളത് മാസം കണക്ട് ചെയ്യാം. മാസം അവസാനം നമ്മൾ കൂലി വാങ്ങും. അപ്പൊ എന്താണ്? ക്യൂ നിന്നിട്ട് കൂലി വാങ്ങുക. അപ്പൊ ക്യൂലെക്സ് പെൺകൊതുക്. പിന്നെ മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുക്. മലേറിയ, അനോഫിലസ് പെൺകൊതുക്. അതും കണക്ട് ആയല്ലോ. പിന്നെ ഇത് പഠിച്ചു, ഡെങ്കിപ്പനി, ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തി ആണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഈ 3 എന്തായാലും അറിഞ്ഞു വെച്ചോ. തീർച്ചയായിട്ടും ചോദ്യം വരും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഗ്ലോബിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. USCRT ഗ്ലോബിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. വരയ്ക്കാം വായിക്കാം എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃക. നമുക്കറിയാം എന്താണ് ഗ്ലോബ് എന്നൊക്കെ നമുക്കറിയാം. എന്താണ്? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ്. എന്താണ് ഗ്ലോബ്? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. അറിയാലോ.
ആരാണ് ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ചത്? ചോദ്യം വരും. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിക്കും. ആരാണ്? മാൽത്യൂസ് ആണ് കേട്ടോ. ആരാണ്? മാൽത്യൂസ് ആണ് ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. ആരാണ്? മാൽത്യൂസ് ആണ്. അപ്പൊ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് എന്ത്? ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഒരു മാതൃകയെ നമ്മൾ വിളിക്കുന്നതാണ് ഗ്ലോബ്. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മാൽത്യൂസ് ആണ്. പഠിച്ചിട്ട് പോയിക്കോ. ഗ്ലോബ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മാൽത്യൂസ് ആണ്. ആരാണ്? മാൽത്യൂസ് ആണ്. ഇവിടെ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോ, പിന്നെ അത് നോക്കേണ്ടി വരരുത്. ഓക്കെ, ഈ പോയിന്റ് ഒന്നും ചിലപ്പോൾ പിന്നെ കണ്ണിൽ പെട്ടു എന്ന് വരില്ല. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോയിക്കോ. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? മാൽത്യൂസ്. ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ചത് ആരാണ്? മാൽത്യൂസ് ആണ്. മാൽത്യൂസ് ആണ് ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. പഠിച്ചല്ലോ, ആദ്യമായി ഗ്ലോബ് നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് മാൽത്യൂസ്. ഓക്കെ, ഇനി ഗ്ലോബിനെ, ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ. സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ. ഓക്കെ, അക്ഷാംശ രേഖയാണ് അല്ലെ. ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. നമുക്കറിയാം അല്ലെ, ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. എന്താണ് അക്ഷാംശ രേഖ? അക്ഷാംശ രേഖ ഇങ്ങനെ കാണുന്നതാണ്. അതായത് ഞാൻ അതിന്റെ ഷേപ്പ് മാത്രം പറഞ്ഞുതരാം. ഇങ്ങനെ പോകുന്നതാണ് അക്ഷാംശ രേഖ. അപ്പൊ നമുക്കറിയാം ഇതിൽ ഏറ്റവും വലുത് ഈ നടുവിലുള്ളതാണ്. ഈ നടുവിലുള്ളതാണ് ഭൂമധ്യരേഖ. മധ്യത്തിലുള്ളതല്ല, അപ്പൊ നടുവിലുള്ളതാണ് ഭൂമധ്യരേഖ. പിന്നെ ഇങ്ങനെയുള്ളത് രേഖാംശ രേഖയാണ് അല്ലെ. ഇങ്ങനെ കാണുന്നത് രേഖാംശ രേഖയാണ്. അതിൽ നടുവിലുള്ളതാണ് ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖ. അപ്പൊ അത് രണ്ടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അതിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖയെ കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം. ആദ്യം, ഭൂമധ്യരേഖ എത്ര രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഭൂമധ്യരേഖ എത്ര രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. എത്ര രാജ്യങ്ങളിലൂടെയാണ്? 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. എത്രയാണ്? 14 രാജ്യങ്ങളിലൂടെ. ഇന്ത്യ ഉണ്ടോ? ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ടോ? ഇല്ല, ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. ഭൂമധ്യരേഖ 14 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഏതാണ്? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം. വലിയ രാജ്യമാണ് ബ്രസീൽ. വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ഭൂമധ്യരേഖയാണ് കേട്ടോ. അപ്പൊ അതും ഇതിന്റെ കൂടെ പഠിച്ചിട്ട് പോയിക്കോ. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖയാണ്. വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂമധ്യരേഖയാണ്. അപ്പൊ അതും പഠിച്ചോ. ബ്രസീലാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. എത്ര രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? 14 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കൃത്യമായി പഠിച്ചോ. ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. ഒരു അക്ഷാംശ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. ഒരു പ്രധാന അക്ഷാംശ രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതേതാണ്? ഉത്തരായന രേഖയാണ്. ഈ ഭൂമധ്യരേഖ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നിട്ട് ഉത്തരായന രേഖനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ 14 രാജ്യങ്ങളിലൂടെയാണ് കേട്ടോ. 14 രാജ്യങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഞാൻ ഇടയിൽ ഇനി സംസ്ഥാനമോ ജില്ലാന്നോ വല്ലോ പറഞ്ഞോന്നറിയില്ല. 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. 14 രാജ്യങ്ങളിലൂടെ. ഈ 14 രാജ്യങ്ങളിൽ, അതായത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ഏത്? ബ്രസീലാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. നമ്മൾ പഠിച്ചു ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. അപ്പൊ നമുക്ക് പഠിക്കാണ്ട് ഏഷ്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏഷ്യയിൽ ഒരേ ഒരു രാജ്യത്തിലൂടെ, ഏഷ്യയിലൂടെ, അതായത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരേ ഒരു ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഇന്തോനേഷ്യ. ഓക്കെ, ഇന്തോനേഷ്യ. ഓക്കെ, ഇന്തോനേഷ്യ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. സിമ്പിൾ അല്ലേ? ഏഷ്യൻ രാജ്യം. ഏഷ്യ, ഇന്തോനേഷ്യ. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് എന്ന് ചോദ്യം വന്നാൽ അത് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ. ഈ ഇന്തോനേഷ്യയാണ് ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ചോദ്യം എന്താണ്? ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീല്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. പിന്നെന്ത് പഠിച്ചു? ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്?
14 രാജ്യങ്ങളാണ്. ഓക്കെ, 14 രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. പിന്നെയും പറയുന്നു, ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. സ്റ്റേറ്റ്മെന്റ് വരും, ശ്രദ്ധിക്കണം. ഓക്കെ, ഇന്ത്യയിലൂടെ ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. ഓക്കെ, 14 രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ രാജ്യങ്ങളിൽ ഏറ്റവും വലുതാണ് ബ്രസീൽ. ഓക്കെ, ബ്രസീലാണ് ഏറ്റവും വലുത്. പിന്നെ അതായത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരേ ഒരു ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്തോനേഷ്യ. ഓക്കെ, ഇന്തോനേഷ്യയാണ് ഒരേ ഒരു ഏഷ്യൻ രാജ്യം. അപ്പൊ എന്തായി? ഇന്ത്യ അതിലില്ലാന്ന് ഉറപ്പായല്ലോ. ഇന്തോനേഷ്യ, ഏഷ്യ. ഓക്കെ, ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. പഠിച്ചിട്ട് പോണേ. അപ്പൊ ഭൂമധ്യരേഖ എന്താണ് അറിയപ്പെടുന്നത്? വലിയ വൃത്തം എന്നറിയപ്പെടുന്നതും ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതെന്ന് ചോദിച്ചാലൊക്കെ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം 14. ഇനി ഭൂമധ്യരേഖ ഒരു തലസ്ഥാനത്ത് കൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഭൂമധ്യരേഖ ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കൂടെ കടന്നു പോകുന്നുണ്ട്. ഏതാണ്? പഠിച്ചു വെച്ചോ. ക്വിറ്റോ. കേട്ടിട്ടുണ്ടോ ഈ ക്വിറ്റോ? ഓക്കെ, ക്വിറ്റോ. ഇത് ഏതിന്റെ തലസ്ഥാനമാണ്? കണക്ട് ചെയ്തോ. ഈ ക്വാ കണ്ടോ? ക്വാ വെച്ച് കണക്ട് ചെയ്തോ. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. ഓക്കെ, ഇനി അഥവാ ചോദ്യം എങ്ങനെ വരികയാണ്? ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാനമായ ക്വിറ്റോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണെന്നൊക്കെ ചോദ്യം വന്നാൽ ആ ക്വാ വെച്ച് കണക്ട് ചെയ്താൽ മതി. ക്വാ. ഓക്കെ, ക്വിറ്റോ. ഈ ക്വിറ്റോയിലും ഒരു ക്വാ ഉണ്ട്, ഇക്വഡോറിലും ഒരു ക്വാ ഉണ്ട്. ഓക്കെ, ഇക്വഡോർ. ക്വിറ്റോ, ഇക്വഡോർ. കിട്ടുമല്ലോ. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. ഓക്കെ, ഭൂമധ്യരേഖ ഒരു സ്ഥലത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഭൂമധ്യരേഖ ഞാൻ പറഞ്ഞു സാങ്കല്പിക രേഖയാണ് അല്ലെ? സാങ്കല്പിക രേഖയാണ്. ഈ ഭൂമധ്യരേഖ സാങ്കല്പിക രേഖയാണ്. അപ്പൊ അതൊരു സ്ഥലത്ത് മാർക്ക് ചെയ്ത് വെക്കണ്ടേ? ഓക്കെ, അതെവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? ക്വിറ്റോയിലാണ് കേട്ടോ. ക്വിറ്റോ. ഓക്കെ, ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോയിലാണ് ഭൂമധ്യരേഖ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഭൂമധ്യരേഖ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള സ്ഥലം ഏതാന്ന് വെച്ചാൽ ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്ന് നമ്മൾ പഠിച്ചു. എത്രയാണ്? 14 ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കും, പറഞ്ഞു തരണേ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 14. ഇനി പറയാം, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം കിട്ടിയില്ലേ? ഏതാണ്? ബ്രസീലാണ് അല്ലെ? ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഇനി ഭൂമധ്യരേഖ ഒരു ഏഷ്യൻ രാജ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരു ഏഷ്യൻ രാജ്യം, ഏത് ഏഷ്യൻ രാജ്യത്തിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്? ഏതാണ്? ഇന്തോനേഷ്യ. ഈ ഇന്തോനേഷ്യ എന്തോന്ന് അറിയപ്പെടുന്നുണ്ട്? അത് കിട്ടിയോ? ഇന്തോനേഷ്യ എന്താണ് അറിയപ്പെടുന്നത്? എവിടെയോ മരതകം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലെ? ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാനം ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഏത് രാജ്യത്തിന്റെ തലസ്ഥാനം എന്നായിരിക്കും ചോദ്യം വരിക. അപ്പൊ അതേതാണ്? ഇക്വഡോറിന്റെ തലസ്ഥാനം. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ്. ഇക്വഡോറിന്റെ തലസ്ഥാനത്തിന്റെ പേരെന്താണ്? ക്വാ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ക്വിറ്റോ. ഓക്കെ, ഇക്വഡോർ. ഈ ക്വാ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഇക്വഡോറിലും ഒരു ക്വാണ്ട്. ഇക്വഡോർ, അതില് ക്വിറ്റോ. ഇക്വിറ്റോ എന്നല്ല, ഇതില്ല. ഓക്കെ, ഇതില്ല, ക്വിറ്റോ. അപ്പൊ ക്വാ വെച്ചിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. അപ്പൊ ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം ഏതെന്ന് ചോദ്യം വന്നാൽ ഏതാണ്? അത് ക്വിറ്റോ ആണ്. ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ. ഇനി ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന ഒരു നദി ഉണ്ട്. അതേതാണെന്ന് അറിയോ? കോങ്കോ നദിയാണ്. കോങ്കോ നദി. ഓക്കെ, കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദിയാണ്. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. കോങ്കോ നദി. അതായത് ഇതാണ് ഭൂമധ്യരേഖ. ഈ പോണതാണ് ഭൂമധ്യരേഖ. ഇനി നദി. ഓക്കെ, ഇത് ഇങ്ങനെ വരികയാണ്. ഒന്ന് മുറിച്ച് കടന്നു. ഓക്കെ, ഒരു വട്ടം മുറിച്ച് കടന്നല്ലോ. ഇനി ഇതാ അങ്ങോട്ടും പോവുകയാണ്. അപ്പൊ എന്തായി? 2 വട്ടം മുറിച്ച് കടന്നു. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി ഏത് എന്ന് ചോദ്യം വന്ന ഏതാണ്? അത് കോങ്കോ നദിയാണ്. കോങ്കോ റിവർ ആണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി. പഠിച്ചിട്ട് പോയിക്കോ. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദിയാണ് കോങ്കോ നദി. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദിയാണ് കോങ്കോ നദി. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. എത്ര രാജ്യങ്ങളിലൂടെയാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്നത്? 14. കിട്ടിയല്ലോ. അടുത്തത് ഉത്തരം പറ. ഏതാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം? ഏതാണ്? ബ്രസീലാണ്. അതും കിട്ടിയല്ലോ. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഏഷ്യ. ഏതാണ്? ഇന്തോനേഷ്യ. അവിടെയും ഏഷ്യ ഉണ്ട്. അപ്പൊ ഇന്തോനേഷ്യ എന്താണ് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തലസ്ഥാനം ഏതാണ്? ക്വിറ്റോ.
ഓക്കെ, ക്വിറ്റോ. ഇത് ഏതിന്റെ തലസ്ഥാനമാണ്? ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ക്വിറ്റോ. ഇക്വഡോറിന്റെ തലസ്ഥാനമാണ് ക്വിറ്റോ. ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ഥലം ഏതാണ്? ക്വിറ്റോ. ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു സ്ഥലമാണ് ക്വിറ്റോ. ഓക്കെ, പിന്നെ ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി ഏതാണ്? കോങ്കോ നദിയാണ്. കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി. കോങ്കോ നദി, കോങ്കോ റിവർ ആണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കടക്കുന്ന നദി. ഇത്രയും പോയിന്റ്സ് എന്തായാലും പെർഫെക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട്, അതായത് വലിയ വൃത്തം എന്നറിയപ്പെടുന്ന ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം പെർഫെക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അത് ഡൗട്ട് ഇല്ലല്ലോ. ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ പഠിപ്പിച്ച ഈ പോയിന്റ്സ് ഒന്നും ഇനി ഒന്നും ഡൗട്ട് വരില്ലല്ലോ. ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോയിട്ടില്ലേ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ സെറ്റ് ആക്കി വെക്കുക. ഇത്ര പോയിന്റ്സ് ക്ലിയർ ആക്കുക. ഇനി ഞാൻ പറഞ്ഞു ഇന്ത്യയിലൂടെ ഇത് കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ട് പോട്ടെ, എന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല, അതൊരു അക്ഷാംശ രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാന അക്ഷാംശ രേഖ ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഉത്തരായന രേഖ. ഉത്തരായന രേഖ. ഓക്കെ, 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, ഉത്തരായന രേഖ. ഉത്തരായന രേഖ. ഇതിൽ നമുക്ക് എന്താണ് ചോദ്യം വരിക? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ഇന്ത്യയിലൂടെ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു പഠിച്ചോ. ഓക്കെ, ഇന്ത്യയുടെ മധ്യത്തിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട്? ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ആ മധ്യത്തിലൂടെ എന്ന് പഠിച്ചത് എന്തിനാന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ കോഡ് പഠിച്ചു വെക്കോ. MGR കിട്ടിയോ? MGRന് 3 ടൈംസ് JCB മിസ്സായി. ഓക്കെ, ഇതുവരെ കിട്ടിയോ? MGRന് 3 ടൈംസ് JCB മിസ്സായി. MGRന് 3 ടൈംസ് JCB മിസ്സായി. MGRന് 3 ടൈംസ് JCB മിസ്സായി. ചോദ്യം എന്താണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഓക്കെ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതിൽ പെടാത്തത് ഏതെന്നായിരിക്കും ചോദ്യം വരിക. ഇനി ശ്രദ്ധിച്ച് പഠിച്ചോ. ആദ്യം നമ്മൾ M കണ്ടു. M കണ്ട നമുക്ക് എന്ത് ഡൗട്ട് പോവും? M കണ്ട എന്താണ് ഡൗട്ട് പോവുക? മഹാരാഷ്ട്രയാണോ എന്നൊരു ഡൗട്ട് പോവും. ഓക്കെ, അതൊരു ഡൗട്ടാണ്. ഉത്തരം അതല്ല, മധ്യപ്രദേശാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ നേരത്തെ പറഞ്ഞു തന്നത്? ഉത്തരായന രേഖ ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പഠിച്ചു. അപ്പൊ മധ്യപ്രദേശ്. M എന്താണ്? മധ്യപ്രദേശാണ്. ഓക്കെ, കണക്ട് ചെയ്തോ? M മധ്യപ്രദേശ്. ഇനി ഈ G എന്താണ്? G വെച്ചിട്ട് ആകെ ഒന്നേ ഓർമ്മ വരുള്ളൂ. G എന്താണ്? ഗുജറാത്ത് ആണ്. ഓക്കെ, ഗുജറാത്ത് പ്രധാനമായിട്ട് അതല്ലേ ഓർമ്മ വരുള്ളൂ. അപ്പൊ ഗുജറാത്ത് ഓർത്തു വെക്കുക. ഗുജറാത്ത് ആണ്. ഇനി വേറൊന്നും ഓർത്തു പോകുന്ന വേണ്ട. G ഗുജറാത്ത് ആണ്. G എന്താണ്? ഗുജറാത്ത്. അപ്പൊ M കിട്ടി, G കിട്ടി. R എന്താണ്? R സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. രാജസ്ഥാനാണ്. R രാജസ്ഥാനാണ്. ഇനി MGRന് 3 ടൈംസ്. ഈ 3 വെച്ചിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? 3 ത്രിപുര. 3 എന്താണ്? ത്രിപുര. അപ്പൊ ത്രിപുര കിട്ടിയല്ലോ. 3 എന്താണ്? ത്രിപുര. ഓക്കെ, ത്രിപുര. 3 ടൈംസ് JCB. J എന്താണ്? J ജാർഖണ്ഡ് ആണ്. J ജാർഖണ്ഡ് ആണ്. C ഛത്തീസ്ഗഡ് ആണ്. B ബംഗാൾ ആണ്. ഓക്കെ, B ബംഗാൾ ആണ്. ഇനി അവസാനം ഞാൻ പറഞ്ഞു മിസ്സായി എന്ന് പറഞ്ഞു. അതെന്താണ്? മിസോറാം ആണ്. ഇത്ര കാര്യങ്ങൾ കിട്ടിയോ? കോഡ് എന്താണ്? കോഡ് എന്താണെന്ന് പറ. MGRന് 3 ടൈംസ് JCB മിസ്സായി. ആദ്യം എന്തറിയണം? ചോദ്യം എന്താവും അറിയണം. താഴെ തന്നിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്നാവും. അപ്പൊ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ഏതൊക്കെയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ? ആദ്യം ഞാൻ പറഞ്ഞു M എന്താണ്? മധ്യപ്രദേശ്. മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ മധ്യപ്രദേശ് കിട്ടി. ഇനി G ആണ് അല്ലെ? രണ്ടാമത്തെ എന്താണ്? G ആണ്. G എന്താണ്? ഗുജറാത്ത് ആണ്. കിട്ടുമല്ലോ. MGR എന്നല്ലേ നമ്മൾ പഠിച്ചത്. G എന്താണ്? ഗുജറാത്ത് ആണ്. R എന്താണ്? കിട്ടിയോ? R രാജസ്ഥാൻ ആണ്. രാജസ്ഥാൻ. അപ്പൊ 3 എണ്ണായി അല്ലെ? R രാജസ്ഥാൻ ആണ്. MGR 3 ടൈംസ്. ഓക്കെ, MGRന് 3 ടൈംസ്. 3 എന്താണ്? ത്രിപുരയുടെ 3 ആണ് കേട്ടോ. 3 ടൈംസ് JCB. J എന്താണ്? ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. ഓക്കെ, J ജാർഖണ്ഡ് ആണ്. C എന്താണ്? ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. ഓക്കെ, C ഛത്തീസ്ഗഡ് ആണ്. ഇനി JCB. B എന്താണ്? ബംഗാൾ ആണ് കേട്ടോ. B ബംഗാൾ ആണ്. ബംഗാൾ. ഓക്കെ, JCB. പിന്നെ എന്ത് പഠിച്ചു? മിസ്സായി എന്ന് പഠിച്ചു. അതെന്താണ്? മിസോറാം. ഓക്കെ, മിസോറാം ആണ്.
ക്ലിയർ അല്ലേ? ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പൊ ഈ 8 സംസ്ഥാനങ്ങളും കിട്ടിയല്ലോ. അതായത് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചിലപ്പോൾ ചോദ്യം വരും. അതെന്താണ്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമധ്യരേഖ കടന്നു പോകുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 14 ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഓക്കെ, ഈ രാജ്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫുൾ രാജ്യങ്ങളുടെ പേരൊന്നും പഠിക്കണ്ട. ഈ രാജ്യങ്ങൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഒന്ന്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല എന്ന് ആദ്യം അറിഞ്ഞോ. പിന്നെ ഏഷ്യൻ രാജ്യം, ഒരു ഏഷ്യൻ രാജ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അത് ഇന്തോനേഷ്യ ആണെന്നും നമ്മൾ പഠിച്ചു. ഏറ്റവും വലിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണെന്നും നമ്മൾ പഠിച്ചു അല്ലെ? റഷ്യയൊക്കെ ചിലപ്പോൾ ഓപ്ഷൻ തരും. ബ്രസീലാണ് ഏറ്റവും വലിയ രാജ്യം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. ഒരേ ഒരു തലസ്ഥാനം ക്വിറ്റോ ആണ്. ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ ആണ്. 2 തവണ മുറിച്ച് കിടക്കുന്ന നദിയാണ് കോങ്കോ നദി. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ അത് ക്ലിയർ ആണ്. ഇനി 8 സംസ്ഥാനങ്ങളുടെ പേരൊന്ന് പഠിച്ചു വെക്കുക. അതായത് ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ. ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നു നമ്മൾ പഠിച്ചു. അപ്പൊ അത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ചോദ്യം എങ്ങനെയാണ് വരിക? താഴെ തന്നിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? പോകാത്തത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ ഓപ്ഷനിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം M4 മധ്യപ്രദേശ്. എന്താണ് കോഡ്? എന്താണ്? ഓർമ്മ ഉണ്ടോ? MGRന് 3 ടൈംസ് JCB മിസ്സായി. MGRന് 3 ടൈംസ് JCB മിസ്സായി. M എന്താണ്? മധ്യപ്രദേശാണ്. മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ മഹാരാഷ്ട്ര ആലോചിക്കരുത്. G എന്താണ്? ഗുജറാത്ത് ആണ്. 6 രാജസ്ഥാൻ ആണ്. 3 ത്രിപുര. 3 ടൈംസ് J ജാർഖണ്ഡ് ആണ്. C ഛത്തീസ്ഗഡ് ആണ്. B ബംഗാൾ ആണ്. മിസ്സായി അത് മിസോറാം ആണ്. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ കോഡ് ഒന്നുകൂടെ ആലോചിച്ചോ. MGRന് 3 ടൈംസ് JCB മിസ്സായി. അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളും നമ്മൾ കാണാതെ തന്നെ പഠിച്ചിട്ടുണ്ട്. M എന്താണ്? മധ്യപ്രദേശാണ്. G ഗുജറാത്ത് ആണ്. R എന്താണ്? രാജസ്ഥാൻ ആണ്. 3 ത്രിപുര. 3 ടൈംസ് ആണ് അല്ലെ? 3 ടൈംസ് J ജാർഖണ്ഡ് ആണ്. C ഛത്തീസ്ഗഡ് ആണ്. B ബംഗാൾ ആണ്. മിസ്സായി എന്ന് പറയുന്നത് മിസോറാം ആണെന്നും നമ്മൾ പഠിച്ചു. ഗ്ലോബിൽ കുറുകെയുള്ള രേഖകൾ, അതായത് ഭൂപടത്തിൽ കുറുകെയുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾ ഞാൻ കാണിച്ചു തന്നു അല്ലെ? മാർക്ക് ചെയ്തിട്ട് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അക്ഷാംശ രേഖകൾ, ഇനി അത് ആലോചിച്ച് വെക്കാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അക്ഷാംശ രേഖകൾ ചിലപ്പോൾ അത് പിന്നെയും ഓർത്തു വെക്കുമ്പോൾ മാറിപ്പോകും. അതായത് നമ്മൾ ആദ്യ അക്ഷരം എഴുതുക എന്നൊക്കെ പറയില്ല. അപ്പൊ അക്ഷരം എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ളൂ നമ്മൾ എഴുതി പോവുക. നമ്മൾ ഒരിക്കലും അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതില്ല. ഇങ്ങനെയല്ല നമ്മൾ കാര്യങ്ങൾ എഴുതി പോവുക. അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതി പോകും. അപ്പൊ അങ്ങനെ ആലോചിക്കുക. അക്ഷാംശ രേഖ എന്ന് കണ്ടാൽ അത് ഇങ്ങനെ അക്ഷരം വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ അക്ഷരങ്ങൾ എങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്തൂടെ? അപ്പൊ അക്ഷാംശ രേഖ എന്ന് കണ്ടാൽ അക്ഷരങ്ങൾ ഇങ്ങനെ ഇങ്ങനെയല്ലേ എഴുതുക? ഇതല്ലേ ആന്ന് നമ്മൾ ഇങ്ങനെ എഴുതൂലല്ലോ. ഓക്കെ, ഇത് രേഖാംശ രേഖ, ഇതാണ് അക്ഷാംശ രേഖ. അപ്പൊ അക്ഷരങ്ങൾ ഇങ്ങനെയാണ് എഴുതാന്ന് ആലോചിച്ചാൽ മതി. ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് അക്ഷാംശ രേഖ. ഇങ്ങനെയുള്ളതാണ് രേഖാംശ രേഖ. ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. അക്ഷാംശ രേഖ ക്ലിയർ ആണ്. ഭൂമധ്യരേഖ പഠിക്കണേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഭൗമോപരിതലത്തിലെ ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം എത്രയാണ്? 181 ആണ്. 181, 90. പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ, അതാണ് ഭൂമധ്യരേഖ. അപ്പുറത്ത് 90, ഇപ്പുറത്ത് 90. അങ്ങനെ 180ഉം പിന്നെ ഒരെണ്ണമാണ് ഭൂമധ്യരേഖ. ഓക്കെ, അപ്പൊ ഈ എണ്ണം പഠിച്ചു വെച്ചോ. ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം 181 ആണ്. രേഖാംശ രേഖകളുടെ എണ്ണം 360 ആണ്. രണ്ടും ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോയി. അപ്പൊ കൺഫ്യൂഷൻ വരണല്ലോ, ഒപ്പം പഠിച്ചാൽ മതി. അക്ഷാംശ രേഖകൾ, അതായത് ഇങ്ങനെയുള്ള രേഖകളുടെ എണ്ണം, അതിലാണ് ഭൂമധ്യരേഖ പെടുന്നത്. അതാണ് ഈ 1ന്റെ കണക്ക്. ഒരെണ്ണം എക്സ്ട്രാ വരുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖ. ഓക്കെ, ഭൂമധ്യം, അതാണ് ഭൂമധ്യരേഖയാണ് ആ ഒരെണ്ണമായിട്ട് വരുന്നത്. പിന്നെ 90, അങ്ങനെ 180. ടോട്ടൽ 181 അക്ഷാംശ രേഖകളാണ് ഉള്ളത്. ഗ്ലോബിൽ നടുകയുള്ള രേഖകൾ എന്താണ്? രേഖാംശ രേഖ. നെടുകയുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. ഈ രേഖാംശ രേഖകളുടെ സെന്ററിൽ ഉള്ളതാണ് ഗ്രീനിച്ച് രേഖ. അതിലും ഒരുപാട് നമുക്ക് പഠിക്കാണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം അറിഞ്ഞു വെച്ചോ. അതെന്താണ്? ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് നമ്മുടെ സമയം കണക്കാക്കുന്നതാണ് അല്ലെ? സമയം. അപ്പൊ ഗ്രീനിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സമയം എത്ര മുന്നിലാണ്? 5.5 മണിക്കൂർ. അതായത് വ്യത്യാസമാണ് ചോദിക്കുക. ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ തരും ഗ്രീനിച്ച് സമയത്തേക്കാൾ ഇന്ത്യൻ സമയത്തിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഓപ്ഷൻ എയിൽ ആര് കടക്കുന്നുണ്ടാവും? ഈ സാധനം ഓപ്ഷൻ എയിൽ കടക്കുന്നുണ്ടാവും. 5.5 മണിക്കൂർ പിന്നിൽ. 5.5 മണിക്കൂർ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? അത് ശരിയാണ്. എന്നാൽ അതല്ല, അത് തെറ്റാണ് കേട്ടോ. ഓക്കെ, 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ, ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇത് മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുമോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദ്യം വരും. ഓക്കെ, 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ, അതായത് അവിടെ 12 മണിയാണെങ്കിൽ ഇവിടെ 5.5 ആണ്. കണക്ട് ആയല്ലോ. 5.5 മണിക്കൂർ മുന്നിലാണ്. ഓക്കെ,
ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഇനി അവിടെ 12:30 ആണെങ്കിൽ ഇവിടെ 6 മണിയാവും. ഓക്കെ, അപ്പൊ അങ്ങനെ 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രീനിച്ച് സമയത്തേക്കാൾ നമ്മൾ 5.5 മണിക്കൂർ മുന്നിലാണ്. രേഖാംശ രേഖയിൽ സെൻട്രൽ കാണുന്നതാണ് ഗ്രീനിച്ച് രേഖ. ഓക്കെ, ആകെ രേഖാംശ രേഖകളുടെ എണ്ണം എത്രയാണ്? 360. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ 360. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? അക്ഷാംശ രേഖകളുടെ എണ്ണം എത്രയാണ്? ഇവിടെ നിന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യണേ, പഠിച്ചിട്ട് പോയിക്കോ. 181 ആണ്. റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. 181 അക്ഷാംശ രേഖകളും 360 രേഖാംശ രേഖകളും. 181 അക്ഷാംശ രേഖകളും 360 രേഖാംശ രേഖകളും. 181 അക്ഷാംശ രേഖകളും 360 രേഖാംശ രേഖകളും. ഈ 181 ആ ഒന്നെന്താണ്? ഒന്നെന്താ വിട്ടുകിടക്കുന്നത്? ആ ഒന്നാണ് ഭൂമധ്യരേഖ. 90 അവിടെ, 90 താഴെ. ഓക്കെ, 90 180. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖാംശ രേഖകൾ. ഇതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിൽ ഈ എണ്ണങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഇതൊക്കെ SCRT തന്ന പോയിന്റ് ആണ്. അപ്പൊ ഈ എണ്ണങ്ങൾ ചോദ്യം വരും. പിന്നെ ഇത് ഗ്ലോബ് കണ്ടുപിടിച്ചത് ആരാണ്? മാൽത്യൂസ് ആണ് കേട്ടോ. മാൽത്യൂസ് ആണ്, ഗ്രീസ് ശാസ്ത്രജ്ഞനായ മാൽത്യൂസ് ആണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇത് അറിഞ്ഞു വെച്ചോ. 360 181 360 181 ഭൂമധ്യരേഖയെ കുറിച്ച് പറഞ്ഞതൊക്കെ പഠിക്കണം. ഈ വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖയാണ്. ഈ ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ഏഷ്യൻ രാജ്യമാണ്, അതായത് ഏറ്റവും വലുത് നല്ല ഒരേ ഒരു ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. അങ്ങനെയാണ് കേട്ടോ ചോദ്യം. വലുതൊന്നും ചോദ്യം ഒറ്റ ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. ഇനി ഭൂമധ്യരേഖനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാൻ വിട്ടുപോയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമുക്കറിയാം ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല, പക്ഷെ ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ട്, ഒരു തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നുണ്ട്, ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മൂന്നും നമ്മൾ പഠിച്ചിരിക്കണ്ടേ? ഓക്കെ, ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഓക്കെ, തമിഴ്നാടാണ് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഈ സംസ്ഥാനം വെച്ച് നമുക്ക് ഒരു കാര്യം കൂടെ കിട്ടും. അതായത് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? തൂത്തുക്കുടി. തൂത്തുക്കുടി തുറമുഖമാണ്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനം, അതായത് ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം, അതായത് തലസ്ഥാന നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തമിഴ്നാട്, തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ തൂത്തുക്കുടി, തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. അപ്പൊ സംസ്ഥാനം തമിഴ്നാട്, തുറമുഖം തൂത്തുക്കുടി, പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? തലസ്ഥാനം തിരുവനന്തപുരം. ഇത് മൂന്നും ഒന്ന് പഠിച്ചു വെക്കോ. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇനി ഇന്ത്യൻ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, ഇന്ത്യൻ തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? തൂത്തുക്കുടി തുറമുഖം. ഇത്ര നമ്മളൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടെ പറയാം. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. 14 രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏക ഏഷ്യൻ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്തോനേഷ്യയാണ്. പിന്നെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ക്വിറ്റോ. ഇക്വഡോറിന്റെ തലസ്ഥാനമായിട്ടുള്ള ക്വിറ്റോ ആണ്. അവിടെയാണ് ഭൂമധ്യരേഖ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ച് കിടക്കുന്ന ഒരു നദി, അത് ഏതാണ്? കോങ്കോ റിവർ ആണ്. കോങ്കോ നദിയാണ്. അതുവരെ നമ്മൾ പഠിച്ചു. ഇനി ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂമധ്യരേഖയിൽ ഇല്ല, അവരൊന്നും ഇല്ല. ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ തമിഴ്നാട്. ഇന്ത്യൻ തലസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്ത്യയുടെ തലസ്ഥാനമല്ല, ഇന്ത്യൻ തലസ്ഥാന നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. ഇന്ത്യൻ തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ തൂത്തുക്കുടി തുറമുഖം. ഭൂമധ്യരേഖയിലെ മരതകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഓക്കെ, വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖയാണ്. ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നതും ഭൂമധ്യരേഖയാണ്. പിന്നെ ഉത്തരായന രേഖ നമ്മൾ പഠിച്ചു. MGRന് 3 times JCB മിസ്സായി. M എന്താണ്? മധ്യപ്രദേശാണ്. G ഗുജറാത്ത് ആണ്. R രാജസ്ഥാനാണ്. 3 ത്രിപുരയാണ്. ടൈംസ് JCB. J എന്താണ്? J ജാർഖണ്ഡ് ആണ്. C ഛത്തീസ്ഗഡ് ആണ്. B ബംഗാൾ ആണ്. മിസ്സായി അത് മിസോറാം ആണെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പഠിക്കണം. ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. നമ്മുടെ ഗ്രീനിച്ച് സമയത്തേക്കാൾ നമ്മുടെ സമയം എത്ര മുന്നിലാണെന്നും നമ്മൾ പറഞ്ഞു. എത്രയാണ്? 5.5 മണിക്കൂർ മുന്നിലാണ് എന്ന് തന്നെ പഠിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, പിന്നിലാണെന്നൊക്കെ വരും. ഓക്കെ, പിന്നിലല്ല, നമ്മൾ മുന്നിലാണ്. ഓക്കെ, 5.5 മണിക്കൂർ മുന്നിലാണെന്നും നമ്മൾ പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയി ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം.
പഠിക്കണം കേട്ടോ. 8 സംസ്ഥാനങ്ങളും പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ജി വെച്ചിട്ട് നിങ്ങൾ ഗുജറാത്ത് പഠിച്ചിട്ടുണ്ട്, ഗോവ അവിടെ ഉണ്ടാവും. അപ്പൊ ഗുജറാത്ത് ആണെന്നുള്ളത് പെർഫെക്റ്റ് ആയി തന്നെ പഠിച്ചിട്ട് പോവാ. ഓക്കെ, മധ്യപ്രദേശ് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷനിൽ മഹാരാഷ്ട്ര ഉണ്ടാവും, അതും എം ആണ്. അപ്പൊ മധ്യപ്രദേശ് മധ്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മധ്യപ്രദേശ് ആണെന്ന് പഠിച്ചിട്ട് തന്നെ പോവാ. പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ട് പോവാ. അപ്പൊ നമ്മൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ, ഇന്ന് ഡിസ്കസ് ചെയ്ത ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി തന്നെ പഠിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്